നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ അത് 2024 സ്കീമിൻ്റെ മൊഡ്യൂൾ 1 കുറിച്ചാണ്. ഓക്കെ, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സും കണ്ടൻസും ആണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്നത് ബേസിക് സ്ട്രക്ചറൽ ഓഫ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിൻ്റെ ബേസിക് സ്ട്രക്ചർ അല്ലെങ്കിൽ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അപ്പോൾ ഇവിടെ തന്നെ ഈ ഒരു ഡയഗ്രാമിൽ തന്നെ കാണാം നിങ്ങൾക്ക്. അവിടെ എന്തൊക്കെയുണ്ട്? ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്, മെമ്മറി, അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ് ആൻഡ് കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് യൂണിറ്റ്സിന് അല്ലെങ്കിൽ IO എന്ന് പറഞ്ഞിട്ട് പറയാം. അപ്പോൾ IO യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഇൻപുട്ട് യൂണിറ്റ്സും ഔട്ട്പുട്ട് യൂണിറ്റ്സ് എന്തൊക്കെയാണ്? ഇൻപുട്ട് ഡിവൈസസ് കണക്ട് ചെയ്യുന്നത്, ഔട്ട്പുട്ട് ഡിവൈസസ്, ഇതെല്ലാം കൂടി ചേർന്നുള്ളതാണ് നമ്മളുടെ ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് മെമ്മറി ഉണ്ട്. ഇപ്പോൾ മെമ്മറി എന്ന് പറയുമ്പോൾ നമുക്ക് ആ പറയുന്ന ഡേറ്റാസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസിന് സ്റ്റോർ ചെയ്യുന്ന പോയിന്റ്. പിന്നെ നമുക്കുള്ളത് അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. ഇവിടെയാണ് എല്ലാ അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ ടൈപ്പ് ഓപ്പറേഷൻസ്, ഇപ്പോൾ അഡീഷൻ, സബ്ട്രാക്ഷൻ അല്ലെങ്കിൽ ലോജിക്കൽ നമ്മൾ ഓപ്പറേഷൻ പറയുമ്പോൾ ആൻഡ്, ഓർ, നോട്ട് അങ്ങനെയുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. പിന്നെ കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റ് എന്താ ചെയ്യാൻ പോകുന്നത്? എല്ലാ ഫങ്ഷൻസ്, എന്തൊക്കെ പ്രോസസ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടോ ഇതിനെയെല്ലാം കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ALUം കൺട്രോൾ യൂണിറ്റും കൂടി ചേർന്നിട്ടാണ് നമുക്ക് എന്താ പ്രോസസ്സർ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. നമുക്ക് ഓരോ കണ്ടന്റ് ഇത് നോക്കാം. അതായത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് യൂണിറ്റ്സ്. അപ്പോൾ നമുക്കറിയാം ഇൻപുട്ട് ഡിവൈസസ് എന്താ ചെയ്യുന്നത്? ഡേറ്റേനെ റീഡ് ചെയ്യും. ഒരു സോഴ്സ് ഉണ്ടാവും, ആ സോഴ്സിൽ നിന്ന് ഡേറ്റേനെ എന്ത് ചെയ്യും? റീഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ മാഗ്നറ്റിക് ഡിസ്കും അങ്ങനെയുള്ളത്. അതെന്ത് ചെയ്യും? ഡേറ്റേനെ നമുക്ക് ഒരു ഇലക്ട്രോണിക് ഇമ്പൾസിലോട്ട് നമുക്ക് കിട്ടുന്ന ഡേറ്റ എന്താണോ ആ ഇൻഫോർമേഷന് ഇലക്ട്രോണിക് ഇമ്പൾസിലോട്ട് കൺവേർട്ട് ചെയ്ത് എന്തിനു വേണ്ടി? CPU ആ ഇൻഫോർമേഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലെങ്കിൽ പ്രോസസ്സറിലോട്ട് അത് ട്രാൻസ്ഫർ ചെയ്യാൻ. ഇനി ഈ സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അനലോഗിൽ നിന്ന് ഡിജിറ്റലിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അതേ സമയത്ത് ഔട്ട്പുട്ട് ഡിവൈസസ് നേരെ തിരിച്ചായിരിക്കും. അവിടെ എന്തായിരിക്കും? ഡിജിറ്റൽ സിഗ്നലിന് അനലോഗിലോട്ടായിരിക്കും കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ഡിവൈസസ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമുക്കുള്ളത് മെമ്മറി യൂണിറ്റ്സ്. മെമ്മറി യൂണിറ്റിനകത്ത് നമുക്കറിയാം, മെമ്മറി യൂണിറ്റ്സിനകത്ത് എന്തുണ്ട്? സ്റ്റോറേജ് സെൽസുകളുണ്ട്. ഈ സ്റ്റോറേജ് സെൽസുകളും ബാക്കി അസോസിയേറ്റ് ചെയ്തേക്കുന്ന സർക്യൂട്ട്സും യൂസ് ചെയ്താണ് ഡേറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസിനെ നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. ഇതിന് നമുക്ക് മെമ്മറി എന്ന് പറയുന്നത് ബേസിക് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ കോമ്പണൻ്റ് എന്ന് പറയാം. കാരണം ഇതൊരു ബേസിക് കോമ്പണൻ്റ് ആണ്. ഏത് കമ്പ്യൂട്ടർ സിസ്റ്റം എടുത്താലും നമുക്ക് അവിടെ എന്തോ ആവശ്യമുണ്ട്? മെമ്മറി ആവശ്യമുണ്ട്. ഇനി മെമ്മറി 2 ടൈപ്പ് ഉണ്ട്. നമുക്കറിയാം ടെമ്പററി സ്റ്റോറേജ്, സെക്കൻഡ്, അതേപോലെ പെർമനൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ ഈ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി 2 ടൈപ്പ് ഉണ്ട്. പ്രൈമറി മെമ്മറി ഉണ്ട്, സെക്കൻഡറി മെമ്മറി ഉണ്ട്. പ്രൈമറി എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻ മെമ്മറി അല്ലെങ്കിൽ RAM എന്ന് പറയാം. സെക്കൻഡറി എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ആഡ് ചെയ്യുന്ന ഡിവൈസസ്, ഹാർഡ് ഡിസ്ക്, പെൻ ഡ്രൈവ്, ഒപ്റ്റിക്കൽ മീഡിയ, ഇതൊക്കെ നമുക്ക് സെക്കൻഡറി സ്റ്റോറേജിൽ വരും. നമുക്ക് നെക്സ്റ്റ് ഉള്ളത് അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ആണ്. അപ്പോൾ അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മളുടെ ഡേറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ്റെ ആക്ച്വൽ പ്രോസസ്സിംഗ് ആണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഡേറ്റേനെ നമ്മൾ മെമ്മറിയിൽ നിന്ന് ALUയിലോട്ടായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് ലൈക്ക് ആഡ്, സബ്ട്രാക്ട് അങ്ങനെയുള്ള ഓപ്പറേഷൻസ്, ഇപ്പോൾ ലോജിക്കൽ ആണെങ്കിൽ ആൻഡ്, ഓർ, നോട്ട്, XOR, XNOR അങ്ങനെയുള്ള ലോജിക്കൽ ഓപ്പറേഷൻസ്, ഇല്ലെങ്കിൽ കമ്പാരിസൺ ഓപ്പറേഷൻസ്, ഈ അരിത്തമാറ്റിക്, ലോജിക്കൽ അല്ലെങ്കിൽ കമ്പാരിസൺ ടൈപ്പ് ഓപ്പറേഷൻസ് ഒക്കെ ഈ ALUയിലായിരിക്കും പെർഫോം ചെയ്യുന്നത്. ഇനി ആഫ്റ്റർ പ്രോസസ്സിംഗ് ദി ഔട്ട്പുട്ട് പ്രോസസ്സ് ചെയ്തതിന് ശേഷം ഇതിനെ എങ്ങോട്ട് നമ്മൾ സെൻഡ് ചെയ്യും? മെമ്മറി യൂണിറ്റിലോട്ട് സെൻഡ് ചെയ്യും. എന്നിട്ട് ആ ഡേറ്റേനെ ഫെർദർ പ്രോസസ്സിങ്ങിന് വേണ്ടി നമ്മൾ സ്റ്റോർ ചെയ്തായിരിക്കും വെക്കാം. ഇതാണ് ALU ചെയ്യാൻ പോകുന്നത്. ഇനി ഇതല്ലാതെ നമുക്ക് കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. അത് എല്ലാ ടൈപ്പ് ഓപ്പറേഷൻസിനെയും കോർഡിനേറ്റ് ചെയ്യുക. ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടറിൻ്റെ എല്ലാ ഓപ്പറേഷൻസിനെയും കോർഡിനേറ്റ് കൺട്രോൾ ചെയ്യുന്നതുമായിരിക്കും കൺട്രോൾ യൂണിറ്റ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ അതെന്ത് ചെയ്യും? ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ആ സീക്വൻസ് എങ്ങനെ വേണം എക്സിക്യൂഷൻ നടക്കാൻ, ആ സീക്വൻസിനെ ഡിറ്റർമൈൻ ചെയ്യും. പിന്നെ മെയിൻ മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസിനെ ഫെച്ച് ചെയ്യുകയും ഇൻ്റർപ്രറ്റ് ചെയ്യുകയും അതിനെ ഡീകോഡ് ചെയ്യുകയും ചെയ്യും. ഇതല്ലാതെ കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യും. കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ പർട്ടിക്കുലർ യൂണിറ്റ്സിനും അതിൻ്റേതായിട്ടുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനുള്ള കൺട്രോൾ സിഗ്നൽസ് ആയിരിക്കും ഈ കൺട്രോൾ യൂണിറ്റ് ജനറേറ്റ് ചെയ്യുന്നത്.
പിന്നെയുള്ളതെന്ന് പറയുന്നത് ഇറ്റ് മാനേജസ് ദി പ്രോസസ്സിംഗ് ഓഫ് പ്രോഗ്രാം സ്റ്റോർഡ് ഇൻ മെമ്മറി. മെമ്മറിയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന പ്രോഗ്രാംസ്, ആ പ്രോഗ്രാംസിനെ മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കതിനെ പറയാം ഒരു മാനേജറായിട്ട് ആക്ട് ചെയ്യും. ഒരു സിസ്റ്റം ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഒരു മാനേജറായിട്ട് ആക്ട് ചെയ്യുന്നതാണ് എന്ത്, നമ്മളെ കൺട്രോൾ യൂണിറ്റ്. നെക്സ്റ്റ് വരുന്നത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ CPU. അപ്പോൾ CPUവിനകത്താണ് നമുക്ക് ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് വരുന്നത്. അതായത് നമ്മളെ ALU, കൺട്രോൾ യൂണിറ്റ് അല്ലെങ്കിൽ മെമ്മറി യൂണിറ്റ്, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ് എന്ത്, നമ്മളെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഓർ CPU. ഇതിന് നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ എന്ന് പറയാം. ഇറ്റ് ഈസ് എ ബ്രെയിൻ ഓഫ് എ കമ്പ്യൂട്ടർ. അതിനകത്താണ് എല്ലാ ടൈപ്പ് ഓഫ് കാൽക്കുലേഷൻസും ലോജിക്കൽ ഡിസിഷൻസ്, കൺട്രോള്, അതേപോലെ ഓരോ കോമ്പോണൻസിനെയും ഡയറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാനും ഡയറക്റ്റ് ചെയ്യാനും എല്ലാം എന്താണ്, CPU ആണ് ചെയ്യുന്നത്. ഇനി ഇത് ഇറ്റ് ആക്ടിവേറ്റ്സ് ആൻഡ് മാനേജസ് ഓപ്പറേഷൻ ഓഫ് ഓൾ പാർട്സ് ഓഫ് ദി കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ എന്തെല്ലാം പാർട്സ് ഉണ്ടോ എല്ലാ പാർട്സിനെയും ആക്ടിവേറ്റ് ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും ഈ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആയിരിക്കും ചെയ്യുന്നത്. ഫർദർ നമുക്ക് വരുന്നത് മെമ്മറി മാപ്പിംഗ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതല്ലാതെ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ എന്ത് പറഞ്ഞിരുന്നത്, നമ്മളുടെ ഒരു കോമ്പണൻസ് എന്ന്, ബേസിക് കോമ്പണൻസ് അല്ലെങ്കിൽ ഫങ്ഷണൽ യൂണിറ്റ്സ് ഒരു കമ്പ്യൂട്ടറിൻ്റെ പറഞ്ഞത്. ഇനി അതിൽ മെമ്മറി ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ഈ മെമ്മറിയിലാണ് ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്നത്. ആ മെമ്മറീസിനെ എങ്ങനെ മാപ്പ് ചെയ്യുന്നു, എങ്ങനെയാണ് ഓരോ പർട്ടിക്കുലർ ലൊക്കേഷൻ എവിടെയാണ്, ഏത് ഡേറ്റ ആണ് എന്ന് വെച്ചാൽ മെമ്മറി ലൊക്കേഷൻസ് ഒരുപാടുണ്ട്. അതിലെവിടെ ഏത് ഡേറ്റ സ്റ്റോർ ചെയ്യണം, എങ്ങനെയായിരുന്നു മെമ്മറി മാപ്പിംഗ് അതിൽ നടക്കുന്നത്, അതാണ് ഇവിടെ പറയുന്നത്. ഇനി NIPS അല്ല, MIPS ആർക്കിടെക്ചർ എന്ന് പറയുന്നത് നമ്മൾ റിസ്ക് ആർക്കിടെക്ചർ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് രണ്ട് ടൈപ്പ് ആർക്കിടെക്ചർ ഉണ്ട്, റിസ്ക് ഉണ്ട്, സിസ്ക് ആർക്കിടെക്ചർ ഉണ്ട്. അപ്പോൾ റിസ്ക് എന്ന് പറയുന്നത് നമ്മൾ റിഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ആണ്. ഇവിടെ ഇൻസ്ട്രക്ഷൻ സെറ്റ്സുകൾ കുറവായിരിക്കും. അപ്പോൾ ഇൻസ്ട്രക്ഷൻ സെറ്റ് കുറവായിരിക്കും. ഇത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് നമ്മൾ ആർമിൻ്റെ മൈക്രോ കൺട്രോളേഴ്സ് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് റിസ്ക് ആർക്കിടെക്ചറാണ്. എന്നാൽ സിസ്ക് എന്ന് പറയുന്നത് നമ്മളെ ഡെസ്ക്ടോപ്പ് PCs ഒക്കെ വരുന്നത് സിസ്ക് ആണ്, അതായത് കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ MIPSൻ്റെ വെച്ചിട്ടുള്ള കേസാണ് പറയുന്നത്. അത് ഒരു റിസ്ക് ആർക്കിടെക്ചർ ഫോളോ ചെയ്യുന്നതാണ്. ഇനി അവിടെ ഒരു 32 ബിറ്റിൻ്റെ അഡ്രസ്സ്. അപ്പോൾ MIPSനകത്ത് നമുക്ക് എന്താണ്, മെമ്മറിയൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് എത്ര ഇതിൻ്റെ അഡ്രസ്സാണ്, 32 ബിറ്റ് അഡ്രസ്സാണ്. അപ്പോൾ MIPSൻ്റെ അഡ്രസ് റേഞ്ച് എങ്ങനെയായിരിക്കും, 2⁻32 ബൈറ്റ്സ് എന്നുള്ള രീതിയിലായിരിക്കും എടുക്കുന്നത്. 2⁻32 ബൈറ്റ് എന്ന് പറയുന്നത് 4 GB എന്നുള്ള കാൽക്കുലേഷൻ ആയിരിക്കും. അപ്പോൾ അതെന്ന് പറയുന്നത് ഈക്വൽ ടു 4 GB ആണ്. ഇനി വേർഡ് അഡ്രസ്സസ് ആർ ഡിവിസിബിൾ ബൈ 4 ആൻഡ് റേഞ്ചസ് ഫ്രം 0 to 0 into FFF. അപ്പോൾ നമുക്ക് ഇതൊരു ഹെക്സാഡെസിമൽ ഫോമിലാണ് തന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഹെക്സാഡെസിമൽ ഫോമിലാണ് നമുക്ക് ഈ വാല്യൂ തന്നേക്കുന്നത്. അപ്പോൾ റേഞ്ച് എവിടെ നിന്ന് 0 to FFFC വരെയുള്ള കൺസെപ്റ്റാണ്. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ 0 തൊട്ട് കണ്ടോ, ഈ 0 തൊട്ട് എവിടെ നിന്ന് വന്നു, FFFC വരെയാണ് നമ്മുടെ അഡ്രസ് ലൊക്കേഷൻ തരുന്നത്. ഇനി ഇത് ഈ ഒരു MIPS ആർക്കിടെക്ചർ 4 കാറ്റഗറീസ് അല്ലെങ്കിൽ 4 പാർട്സ് അല്ലെങ്കിൽ സെഗ്മെൻറ്റ്സ് ആയിട്ടായിരിക്കും മെമ്മറീനെ ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ടെക്സ്റ്റ് സെഗ്മെൻ്റ് ഉണ്ട്, ഓക്കെ, റിസർച്ച് സെഗ്മെൻ്റ് ഉണ്ട്. അപ്പോൾ റിസർച്ച് സെഗ്മെൻറ്റ് നമുക്ക് 2 എണ്ണം ഇവിടെ കാണിക്കുന്നുണ്ട്. റിസർച്ച് സെഗ്മെൻ്റ് ഉണ്ട്, ടെക്സ്റ്റ് സെഗ്മെൻ്റ് ഉണ്ട്, പിന്നെ ഗ്ലോബൽ ഡേറ്റ സെഗ്മെൻറ്റും ഡൈനാമിക് ഡേറ്റ സെഗ്മെൻറ്റും. ഇനി ഇതിൽ ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ ഓരോന്ന് നോക്കുമ്പോൾ ആദ്യമേ നോക്കുക ഈ ടെക്സ്റ്റ് സെഗ്മെൻറ്റ്. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പ്രോഗ്രാം കൗണ്ടറിൻ്റെ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. GP എന്ന് പറയുന്നത് ഗ്ലോബൽ പോയിൻ്ററിൻ്റെ രജിസ്റ്റർ, പിന്നെ സ്റ്റാക്ക് പോയിൻ്റർ രജിസ്റ്റർ. അപ്പോൾ ഡൈനാമിക് ഡേറ്റയിനകത്ത് നമുക്ക് 2 എണ്ണം ഉണ്ട്, സ്റ്റാക്കും ഉണ്ട്, ഹീപ്പും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണ് ഫങ്ഷൻ ചെയ്തത്. ഇപ്പോൾ ഡൈനാമിക്കിൻ്റെ ലൊക്കേഷൻ റേഞ്ചസ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, 100 തൊട്ട് 7FF വരെയുള്ള ലൊക്കേഷനാണ് അവിടെ കാണിക്കുന്നത്. ഇനി ഗ്ലോബൽ ഡേറ്റ ആണെങ്കിൽ 10 തൊട്ട് FFFC വരെയുള്ള കണ്ടീഷൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരുടെയും ലൊക്കേഷൻസ്, ഇനി ഓരോ മെമ്മറി അല്ലെങ്കിൽ ഓരോ സെഗ്മെൻറ്റ്സും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം ടെക്സ്റ്റ് സെഗ്മെൻറ്റ് എന്താണ് ചെയ്യുന്നത്. ടെക്സ്റ്റ് സെഗ്മെൻറ്റ് എന്താ ചെയ്യുന്നത്, മെഷീൻ ലാംഗ്വേജ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിന് സ്റ്റോർ ചെയ്യുന്നതാണ് ടെക്സ്റ്റ് സെഗ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടെക്സ്റ്റ് സെഗ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻ അവിടെ എന്തായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്, മെഷീൻ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. ഇനി അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 256 MB ആണ് അല്ലെങ്കിൽ MB ആണ്. അഡ്രസ് ലൊക്കേഷൻ സ്റ്റാർട്ടിങ് ഫ്രം 004 to
004 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലൊക്കേഷൻ. അപ്പോൾ 004 നിന്നാണ് അഡ്രസ് ലൊക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ പ്രോഗ്രാം കൗണ്ടർ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കുന്നതും 004 വെച്ചിട്ടാണ് പ്രോഗ്രാം കൗണ്ടർ ഫസ്റ്റ് നമുക്ക് ഇനിഷ്യൽ ലൊക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ദ 4 MSBs, ആദ്യത്തെ 4 MSBs നമുക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ജമ്പ് ഇൻസ്ട്രക്ഷൻസ് ആണ് ഇത് അലൗ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ടെക്സ്റ്റ് സെഗ്മെൻറ്റിൽ നിന്ന് ആ ടെക്സ്റ്റ് സെഗ്മെൻറ്റ് അകത്ത് തന്നെ എവിടെ വേണമെങ്കിലും ഇതിന് ജമ്പ് ചെയ്ത് പോകാം. അപ്പോൾ ടെക്സ്റ്റ് സെഗ്മെൻറ്റ് അകത്ത് കാരണം കുറേ ലൊക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ജമ്പ് ഇൻസ്ട്രക്ഷൻ വരുമ്പോൾ നമുക്ക് അതിൽ ഏത് ലൊക്കേഷനിൽ വേണമെങ്കിലും നമുക്ക് ജമ്പ് ചെയ്ത് പോകാൻ പറ്റും. അതേപോലെ ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി എക്സിക്യൂട്ടബിൾ കോഡ്സ്. എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള കോഡ്സ് മാത്രമേ എന്തിനകത്തുള്ളൂ? ഇതിലുള്ളൂ. അതായത് നോർമലി റീഡ് ഓൺലി ഫോർമാറ്റ് ആയിരിക്കും ഇവിടെ, വേറെ ഒന്നും കാണത്തില്ല. അപ്പോൾ എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള കോഡ്സ് ആണ്, റീഡ് ഓൺലി ഫോർമാറ്റിലായിരിക്കും എപ്പോഴും എന്താണ് നമ്മൾ ടെക്സ്റ്റ് സെഗ്മെൻറ്റ്. പിന്നെ നമുക്ക് വരുന്നത് ഗ്ലോബൽ ഡേറ്റ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഗ്ലോബൽ ഡേറ്റ സെഗ്മെൻറ്റ് എന്ന് പറയുന്നതിനകത്ത് എന്തായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്? ഗ്ലോബൽ വേരിയബിൾസിനെ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഇതാണ് ആക്സസിബിൾ, എല്ലാ പ്രൊസീജിയേഴ്സിനും ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഗ്ലോബൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇനി ഗ്ലോബൽ വേരിയബിൾസ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും ഡിക്ലെയർ ചെയ്യുന്നത്? നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ആ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ട്, അതായത് പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ്. ഓക്കെ, അപ്പോൾ പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പായിരിക്കും ഈ ഗ്ലോബൽ വേരിയബിൾസിനെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ സിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് നോർമലി നമ്മൾ മെയിൻ ഫംഗ്ഷൻ ഇല്ലേ, ആ മെയിൻ ഫംഗ്ഷൻ്റെ പുറത്തായിട്ടായിരിക്കും ഗ്ലോബൽ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നത്. ഇനി സൈസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ഡേറ്റ സെഗ്മെൻറ്റ് സൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 64 KB ആയിരിക്കും സൈസ്. സ്റ്റാർട്ടിങ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ 100 തൊട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്ന അഡ്രസ്സ്. ഇനി ഇതിനെ നമുക്ക് ഗ്ലോബൽ പോയിന്റർ അല്ലെങ്കിൽ സ്റ്റാക്ക് പോയിന്റർ രജിസ്റ്റർ അല്ലെങ്കിൽ ഗ്ലോബൽ പോയിന്റർ രജിസ്റ്റർ വെച്ചിട്ട് നമുക്ക് ഇതിനെ ആക്സസ് ചെയ്യാം. ഗ്ലോബൽ പോയിന്റർ രജിസ്റ്ററിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്? 1008 തൊട്ടാണ് ആ ഗ്ലോബൽ പോയിന്റർ അല്ലെങ്കിൽ ആ ഒരു രജിസ്റ്ററിൻ്റെ ലൊക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഈ ഒരു ഗ്ലോബൽ പോയിന്റർ രജിസ്റ്റർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഇതിനകത്തുള്ള വാല്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും വാല്യൂ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. പിന്നെ ഗ്ലോബൽ വേരിയബിൾസിനെ നമുക്ക് ബേസ് അഡ്രസ്സിംഗ് മോഡ്സ് വെച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ഒരു 16 ബിറ്റിൻ്റെ സൈൻഡ് ഓഫ്സെറ്റ് വാല്യൂ ആയിരിക്കും ഈ ഗ്ലോബൽ പോയിന്റർ രജിസ്റ്ററിൽ നിന്ന് നമുക്ക് എടുക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നെക്സ്റ്റ് സെഗ്മെൻറ്റ് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഡൈനമിക് ഡേറ്റ സെഗ്മെൻ്റ് ആണ്. അപ്പോൾ ഡൈനമിക് ഡേറ്റ സെഗ്മെൻറ്റിനകത്ത് ഓൾറെഡി പറഞ്ഞായിരുന്നു 2 ടൈപ്സ് ഉണ്ട്. നമുക്ക് സ്റ്റാക്ക് ഉണ്ട്, ഹീപ്പ് ഉണ്ട്. അപ്പോൾ എന്തിനാണ് ഈ ഡൈനമിക് ഡേറ്റ സെഗ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്? ഇതെന്ന് പറയുന്നത് നമുക്ക് അലോക്കേറ്റ് ചെയ്യാം. അപ്പോൾ റൺ ടൈമിൽ ഡേറ്റേനെ അലോക്കേറ്റ് ചെയ്യാനും ഡീ അലോക്കേറ്റ് ചെയ്യാനുമായിരിക്കും ഈ ഡൈനമിക് ഡേറ്റ സെഗ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള മെമ്മറി സെഗ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് അറൗണ്ട് ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള മെമ്മറി സെഗ്മെൻ്റ് ആണ്. 2 GB ആണ് ഇവിടുത്തെ സ്പാനിങ് വരുന്നത്. അഡ്രസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 1001 തൊട്ട് 7FF എന്നുള്ള റേഞ്ച് വരെയാണ് നമ്മളുടെ അഡ്രസ് ലൊക്കേഷൻസുകളുടെ റേഞ്ച് എന്ന് പറയുന്നത്. ഇനി അതിൽ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം, സ്റ്റാക്ക് എന്താണെന്നുള്ളത്. അപ്പോൾ സ്റ്റാക്ക് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? സേവിങ് ആൻഡ് റീസ്റ്റോറിങ് രജിസ്റ്റേഴ്സിനെ സേവ് ചെയ്യാനും റീസ്റ്റോഴ്സ് ചെയ്യാനും വേണ്ടിയാണ് നമ്മൾ സ്റ്റാക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലോക്കൽ ആയിട്ടുള്ള വേരിയബിൾസിനെല്ലാം ഇത് സ്റ്റോർ ചെയ്യും. നമ്മൾ എന്തൊക്കെയാണോ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യുന്നത് അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയാണ് ഈ സ്റ്റാക്ക് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ, അതായത് ലാസ്റ്റ് നമ്മൾ ഏത് ഡേറ്റയാണോ ഇൻപുട്ട് ചെയ്തത് അതായിരിക്കും ഫസ്റ്റ് പുറത്ത് പോകാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും സ്റ്റാക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി അതെന്ന് പറയുന്നത് ഡൗൺവേർഡ് ഇൻ മെമ്മറി എന്നുള്ള രീതിയിലായിരിക്കും ഗ്രോ ചെയ്യുന്നത്. സ്റ്റാക്ക് പോയിന്ററിനെ ഇനിഷ്യലൈസ് ചെയ്തേക്കുന്ന 07FF എന്ന് പറയുന്ന ലൊക്കേഷനിൽ നിന്നാണ് സ്റ്റാക്ക് പോയിന്ററിൻ്റെ ഇനിഷ്യലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്നായിരിക്കും നമ്മൾ മെമ്മറി ലൊക്കേഷൻ സ്റ്റോറിങ് അല്ലെങ്കിൽ ഡേറ്റ സ്റ്റോറിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഈ ലൊക്കേഷനിൽ നിന്നായിരിക്കും. ഇനി ഓരോ പ്രൊസീജിയർ, നേരത്തെ പറഞ്ഞു പ്രൊസീജിയർ കോൾസിൻ്റെ സപ്പോർട്ട് ചെയ്യുന്നുള്ള, ഇനി ഓരോ പ്രൊസീജിയർ കോളും എന്ത് ക്രിയേറ്റ് ചെയ്യും? ഒരു സ്റ്റാക്ക് ഫ്രെയിം ക്രിയേറ്റ് ചെയ്യും. നെക്സ്റ്റ് വരുന്നത് ഹീപ്പാണ്. അപ്പോൾ ഹീപ്പ് സ്റ്റാക്ക് പറഞ്ഞു രജിസ്റ്റേഴ്സിനെ സേവ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനുമാണെന്ന്. എന്നാൽ ഹീപ്പ് എന്താ ചെയ്യുന്നത്? ഡൈനാമിക്കലി അലോക്കേറ്റ് ചെയ്ത മെമ്മറീനെ സ്റ്റോർ ചെയ്യാനുള്ളതാണ് ഹീപ്പ്. അപ്പോൾ സിയിൽ നോക്കിക്കഴിഞ്ഞാൽ സിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മാലോക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആയിരിക്കും. എന്നാൽ C++ ജാവയിലാണെങ്കിൽ ന്യൂ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തായിരിക്കും ഇവിടെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഹീപ്പ് ഡേറ്റ ക്യാൻ ബി അലോക്കേറ്റഡ് ആൻഡ് ഫ്രീ. അതേപോലെ ഹീപ്പിനകത്തുള്ള ഡേറ്റനെ നമുക്ക്
അലോക്കേറ്റ് അല്ലെങ്കിൽ ഫ്രീ, അത് നമുക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ നമുക്ക് അതിനെ ഒന്നുകിൽ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഫ്രീ ചെയ്യാം. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഓർഡർ അല്ലെങ്കിൽ പർട്ടിക്കുലർ സീക്വൻസിൽ തന്നെ അവിടെ അലോക്കേഷൻ അല്ലെങ്കിൽ ഫ്രീയും ചെയ്യുന്നതെന്ന് നിർബന്ധമില്ല. നമുക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ അതിനെ അലോക്കേറ്റും ചെയ്ത് കൊടുക്കാം, ഫ്രീ ചെയ്യുകയും ചെയ്യാം. ഇനി സ്റ്റാക്കിന് വെച്ച് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഇവിടെ ഗ്രോ ചെയ്യുന്നത്. ഇത് അപ്വേർഡ് ആയിരിക്കും, ഫ്രം ദി ബോട്ടം ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡൈനാമിക്കലി ആയിട്ടുള്ള ഡേറ്റ സെഗ്മെന്റ്സും ഇനി ഇതിനെ മാനേജ് ചെയ്യുന്ന എന്താണ്, ഒരു മെമ്മറി അലോക്കേറ്ററും കാണും. ഇത് നമ്മൾ ഡൈനാമിക് ഡേറ്റ സെഗ്മെന്റ്. ലാസ്റ്റ് വരുന്ന നമ്മൾ ഗ്ലോബൽ ഡേറ്റ സെഗ്മെന്റ് ഉണ്ട്. ഇതെന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വേണ്ടിയാണ്. ഇത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഇത് യൂസ് ചെയ്യുന്നത്. ഏതാ ഗ്ലോബൽ ഡേറ്റ സെഗ്മെന്റ്. ഇത് നമുക്ക് യൂസേഴ്സിന് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഒരു യൂസർ പ്രോഗ്രാമിന് ഡയറക്റ്റ്ലി ആക്സസിബിൾ അല്ലാത്തതാണ് ഈ ഗ്ലോബൽ. അപ്പോൾ അതിന് എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് OS കേർണലൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് യൂസേഴ്സിന് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇനിഷ്യലി അറ്റ് ദി മാനുഫാക്ചറിങ് സൈഡ് അവർ ആദ്യമേ ആ സിസ്റ്റത്തിൻ്റെ വർക്കിങ്ങിന് വേണ്ടി തന്നേക്കുന്ന കുറേ സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ ആ സിസ്റ്റം ലെവലായിട്ടുള്ള സർവീസസ് ആണ്. അത് നമുക്ക് യൂസേഴ്സിന് അല്ലെങ്കിൽ അത് ആക്സസിബിൾ ആയിരിക്കത്തില്ല. എക്സെപ്ഷണൽ ഹാൻഡ്ലിംഗ് ആണ്. അതായത് നമുക്ക് ഈ ആക്സസിബിൾ അല്ലാത്ത കുറച്ച് കേസസ് ആണ് സിസ്റ്റം ലെവലായിട്ടുള്ളതായിട്ട്. അപ്പോൾ ബേസിക് ഒരു സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ OS കാണണം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം അവിടെ കാണണം. അപ്പോൾ അത് യൂസേഴ്സിന് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് ഉള്ളതെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ മെമ്മറി പറഞ്ഞു. ഇനി മെമ്മറിനകത്ത് അഡ്രസ് ലൊക്കേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ബൈറ്റ് അഡ്രസ്സബിലിറ്റി. അപ്പം നമ്മൾ MIPS ആർക്കിടെക്ചറാണ് നേരത്തെ പറഞ്ഞു, അതായത് MIPS വെച്ചിട്ടാണ് പറഞ്ഞത്. MIPS എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു റിസ്ക് ആർക്കിടെക്ചർ ഫോളോ ചെയ്യുന്നതാണ്. ഇനി ഈ അഡ്രസ്സിംഗ് മോഡ്സ് വയ്ക്കുമ്പോൾ നമുക്ക് 2 ടൈപ്പ് അഡ്രസ്സിംഗ് ഫോർമാറ്റ് ഉണ്ട്. വേർഡ് അഡ്രസ്സബിളും ഉണ്ട്, ബൈറ്റ് അഡ്രസ്സബിളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ വേർഡ് അഡ്രസ്സബിൾ എന്ന് പറയുന്ന വേർഡ് വെച്ചിട്ട് അഡ്രസ്സ് ചെയ്യുന്ന ലൊക്കേഷൻ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ബൈറ്റ് അഡ്രസ്സിംഗ് ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ ബൈറ്റ് അഡ്രസ്സിംഗ് ഫോർമാറ്റിലാണ് 2 ടൈപ്പ് നമുക്ക് വരുന്നത്, ബിഗ് എൻഡിയനും അതേപോലെ ലിറ്റിൽ എൻഡിയൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളുടെ ഈ റിസ്ക് എല്ലാം ഫോളോ ചെയ്യുന്നത് ഏത് അഡ്രസ്സബിലിറ്റിയാണ്, ബൈറ്റ് അഡ്രസ്സബിൾ ഫോർമാറ്റാണ്. വേർഡ് അഡ്രസ്സബിൾ ഒക്കെ വരുന്നത് നമ്മൾ സിസ്ക് ആർക്കിടെക്ചറിലാണ് വരുന്നത്. അപ്പം നമ്മളിവിടെ MIPSൻ്റെ റിസ്ക് ആർക്കിടെക്ചർ വെച്ചിട്ടുള്ളതാണ് നമ്മൾ ഫോളോ ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ അതിൽ ബൈറ്റ്, അപ്പോൾ ബൈറ്റ് അഡ്രസ്സബിൾ 2 ടൈപ്പ്, ബിഗ് എൻഡിയൻ ആൻഡ് ലിറ്റിൽ എൻഡിയൻ ഫോർമാറ്റ്. അപ്പോൾ ഇവിടെ കാണാം ബിഗ് എൻഡിയൻ അല്ലെങ്കിൽ ലിറ്റിൽ എൻഡിയൻ എന്ന് പറഞ്ഞിട്ട്. ഇനി ഈ ബൈറ്റ് അഡ്രസ്സബിലിറ്റി ചെയ്യാനായിട്ട് ഒരു ബൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, 8 ബിറ്റ്സ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ വേർഡ് ലെങ്ത് എന്ന് പറയുന്നത് 16 to 64 ബിറ്റ്സിൻ്റെ റേഞ്ചിലായിരിക്കും ഇവിടുത്തെ വേർഡ് ലെങ്ത്. ഇനി ബൈറ്റ് ലൊക്കേഷൻസിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് 0, 1, 2, 3 എന്ന് പറഞ്ഞായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള വേർഡ് ലെങ്ത് എന്ന് പറയുന്നത് ഇപ്പോൾ 32 ബിറ്റ്സിൻ്റെ ആണല്ലോ മെഷീൻ. അപ്പോൾ അതിൻ്റെ സക്സസ് വേർഡ് ലൊക്കേഷൻ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, 0, 4, 8 ആ ഒരു രീതിയിലായിരിക്കും വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഓരോ വേർഡിനകത്ത് നമുക്ക് 4 ബൈറ്റ്സ് ഓഫ് ഡേറ്റയാണ് ഉള്ളത്. അങ്ങനെ 2 ടൈപ്സ് ആയിട്ട് ബിഗ് എൻഡിയൻ ആൻഡ് ലിറ്റിൽ എൻഡിയൻ. ബിഗ് എൻഡിയൻ എന്ന് പറയുമ്പോൾ ലോവർ ബൈറ്റ് എന്ന് പറയുന്നത് MSBയിലായിരിക്കും. ലിറ്റിൽ എൻഡിയൻ ആണെങ്കിൽ ലോവർ ബൈറ്റ്സ്, അതായത് നമ്മൾ 0 എന്ന് പറയുന്നത് LSBയിലായിരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതെന്താണ്, ഒരു ബിഗ് എൻഡിയൻ സിസ്റ്റം ആണ്. കാരണം ഇവിടെ ലോവർ ബൈറ്റ് എന്ന് പറയുന്നത് 0 എന്ന് പറയുന്നത് എവിടെയാണ്, MSBയിലാണ് വന്നത്. ഇതെന്താണ്, ലിറ്റിൽ എൻഡിയൻ സിസ്റ്റമാണ്. ഇവിടെ ലോവർ ബൈറ്റ് എവിടെയാണ് വന്നേക്കുന്നത്, LSB, അതായത് നമ്മളുടെ ലാസ്റ്റ് അല്ലേ, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റും ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റും ആണ്. ഇനി ഈ 2 കേസിലും കോമൺ ആയിട്ടുള്ളത് വേർഡ് അഡ്രസ്സ്. ഇപ്പോൾ 0, 4 അങ്ങനെ പറഞ്ഞാണ് കണ്ടോ. അപ്പോൾ 2ലും വേർഡ് അഡ്രസ്സ് എന്തായിരിക്കും, 2ലും സെയിം ആയിരിക്കും. ഇതാണ് ബൈറ്റ് അഡ്രസ്സബിലിറ്റിയിൽ വരുന്നത് പ്രത്യേകത. അപ്പോൾ ഇതിനകത്ത് ബിഗ് എൻഡിയൻ സിസ്റ്റത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ വേർഡ് അഡ്രസ്സിലും 4 ബൈറ്റ്സ് ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ 0, 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ബൈറ്റ് ലൊക്കേഷൻസിൻ്റെ അഡ്രസ്സസ് ഉണ്ട്. അതിൻ്റെ ഓരോ വേർഡ് അഡ്രസ്സ് എന്ന് പറയുന്നത് 0, 4, 8 അങ്ങനെ പറഞ്ഞായിരിക്കും ഇവിടെ വേർഡ് അഡ്രസ്സ് പോകുന്നത്. ഇത് ബൈറ്റ് അഡ്രസ്സ്. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് റിസ്ക് ആൻഡ് സിസ്ക് ആർക്കിടെക്ചറാണ്. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ റിസ്ക് ആൻഡ് സിസ്ക് ആർക്കിടെക്ചർ. അപ്പം ഇവിടെയാണെങ്കിൽ നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് കാണിക്കുന്നുണ്ട്. അതായത് നമുക്ക് ഓരോ ഫീച്ചേഴ്സ് വെച്ചിട്ട് റിസ്ക്കും അതേപോലെ സിസ്ക് ആർക്കിടെക്ചറിനകത്ത് എങ്ങനെയായിരിക്കും. അപ്പോൾ സിസ്ക് ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്താണ്, കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പ്യൂട്ടേഴ്സിനെയാണ് നമ്മൾ സിസ്ക് എന്ന് പറയുന്നത്. റിസ്ക് ആകുമ്പോൾ റിഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ്. അപ്പോൾ ആ വേർഡിൽ തന്നെ ഉണ്ട് ഇൻസ്ട്രക്ഷൻ സെറ്റ്സുകൾ എന്തായിരിക്കും, കോംപ്ലക്സ്. അതായത് ഫസ്റ്റ് സിസ്കി നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ സെറ്റ്സുകൾ കോംപ്ലക്സുമാണ്, ലാർജ് ഒരുപാടെണ്ണം കാണും. എന്നാൽ റിസ്ക് ആകുമ്പോഴോ
സിമ്പിളും ഭയങ്കര സ്മോളും ആയിരിക്കും ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറയുന്നത്. ഇനി അതേ സമയത്ത് ഇൻസ്ട്രക്ഷൻ്റെ ലെങ്ത്ത് ലാർജ് ആണല്ലോ. അപ്പോൾ ഇൻസ്ട്രക്ഷൻ ലെങ്ത്ത് എന്താണ്? സിസ്കിനകത്ത് വേരിയബിൾ ലെങ്ത് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് അല്ലെങ്കിൽ നമ്മളുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് നമുക്ക് ലെങ്ത് എന്താണ്? വേരിയബിൾ ആണ്. റിസ്ക് ആകുമ്പോൾ ഫിക്സ്ഡ് ലെങ്ത് ആയിരിക്കും, അതിൽ ചേഞ്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ലെങ്ത് ഇത്രയും ഫിക്സ്ഡ് ആണ്, അത്രയും ലെങ്ത്തിലുള്ളത് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. പിന്നെ ഉള്ളത് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ. അപ്പോൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി സിസ്കിൽ മൾട്ടിപ്പിൾ ക്ലോക്ക് സൈക്കിൾസ് ഉണ്ട്. അതായത് ഒരുപാട് ക്ലോക്ക് സൈക്കിൾസ് നമുക്ക് സിസ്ക് ആർക്കിടെക്ചറിൽ കാണും. എന്നാൽ റിസ്കിൽ അങ്ങനെയല്ല, സിംഗിൾ ക്ലോക്ക് സൈക്കിൾ. അപ്പോൾ ഒറ്റ സിംഗിൾ ക്ലോക്ക് സൈക്കിളിലായിരിക്കും നമുക്ക് ഫെച്ചും ഡീകോഡും എക്സിക്യൂട്ടും എല്ലാം ചെയ്യുന്നത്. എന്നാൽ സിസ്കിനകത്ത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ക്ലോക്ക് സൈക്കിൾസ് കാണും. അപ്പം അതിന് ഓരോ ക്ലോക്ക് സൈക്കിൾസിനകത്തും ഓരോ ഇതിനകത്തായിരിക്കും ഫെച്ച് ചെയ്യുന്നത് ഒരേ ക്ലോക്ക് സൈക്കിളിൽ, ഡീകോഡ് ചെയ്യുന്ന വേറെ ഒന്നിലായിരിക്കും, എക്സിക്യൂട്ട് ചെയ്യുന്ന വേറെ ഒന്നായിരിക്കും. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ ക്ലോക്ക് സൈക്കിൾസ് എവിടെയുണ്ട്? സിസ്കിനകത്ത് കാണും. പിന്നെ നമുക്കുള്ള അഡ്രസ്സിങ് മോഡ്സ്. അപ്പോൾ സിസ്ക് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഒരുപാട് അഡ്രസ്സിങ് മോഡ്സ് ആവശ്യം വരും. എന്നാൽ റിസ്കിനകത്ത് ഫ്യൂ അഡ്രസ്സിങ് മോഡ്സിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അഡ്രസ്സിങ് മോഡ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഏതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് മോഡ്സ് ഓഫ് അഡ്രസ്സിങ്. ഇപ്പോൾ ഡയറക്റ്റ് അഡ്രസ്സിങ്, ഇൻഡയറക്റ്റ് അഡ്രസ്സിങ്, അങ്ങനെ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് അഡ്രസ്സിങ് ഉണ്ട്. അതിൽ സിസ്ക് ആകുമ്പോൾ ഒരുപാട് എണ്ണം കാണും, റിസ്കിനകത്ത് കുറച്ച് മാത്രമേ അഡ്രസ്സിങ് മോഡ്സ് ഉള്ളൂ. ഇനി മെമ്മറി ആക്സസ് നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ് ഡയറക്റ്റ്ലി മെമ്മറിയിൽ നിന്ന് നമുക്ക് എന്താണ് ആക്സസ് ചെയ്യാൻ പറ്റും സിസ്കിൻ്റെ കേസിൽ. എന്നാൽ റിസ്കിനകത്ത് മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ ആക്സസ് ചെയ്യുന്ന ലോഡ് ആൻഡ് സ്റ്റോർ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്താൽ. അപ്പോൾ രണ്ടെണ്ണം ഉണ്ട്, ലോഡ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്, സ്റ്റോർ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഇത് രണ്ടും യൂസ് ചെയ്താണ് മെമ്മറിയിൽ നിന്ന് ആക്സസ് ചെയ്യുന്നത്. സിസ്ക് ആകുമ്പോൾ ഡയറക്റ്റ്ലി മെമ്മറിയിൽ നിന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് രജിസ്റ്റേഴ്സ് ആണ്. ഇപ്പോൾ രജിസ്റ്റേഴ്സിൽ സിസ്കിനകത്ത് കുറച്ച് രജിസ്റ്റേഴ്സ് മാത്രമേ കാണൂ. കാരണം രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതാണ്. നമുക്ക് മെമ്മറി ഉണ്ടല്ലോ, അതുകൊണ്ട് കൂടുതലും മെമ്മറിയിലായിരിക്കും ഡേറ്റ സ്റ്റോറിങ്. അപ്പോൾ രജിസ്റ്റേഴ്സ് ഫ്യൂ ആയിരിക്കും എവിടെ? സിസ്കിനകത്ത്. എന്നാൽ ലാർജ് നമ്പർ ഓഫ് രജിസ്റ്റേഴ്സ് എവിടെ കാണും? റിസ്ക് ആർക്കിടെക്ചറിൽ കാണും. കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് ഇനി സിസ്കിനകത്ത് മൈക്രോ പ്രോഗ്രാംഡ് ആയിട്ടുള്ള കൺട്രോൾ യൂണിറ്റ്സ് ആയിരിക്കും ഉള്ളത്. റിസ്ക് അങ്ങനെയല്ല, ഹാർഡ് വയേർഡ് കൺട്രോൾസ് ആണ്. അപ്പോൾ കൺട്രോൾ എല്ലാം ഹാർഡ് വയേർഡ് കൺട്രോൾഡ് ആയിരിക്കും. മറ്റേത് ഓൾറെഡി നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കാം. ഇനി സിസ്കി നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസുകൾ വേരിയബിൾ ആയതുകൊണ്ട് തന്നെ പൈപ്പ് ലൈൻ സപ്പോർട്ട് ഇൻഡിക്കേറ്റ് ചെയ്ത് എന്തൊക്കെയായിരിക്കും? പൈപ്പ് ലൈൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫെച്ച്, എക്സിക്യൂട്ട്, ഓക്കെ, ഫെച്ച് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക, ഡീകോഡ് ചെയ്യുക, ഓക്കെ. അപ്പോൾ അല്ലെങ്കിൽ ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട് അങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആർക്കിടെക്ചറാണ് പൈപ്പ് ലൈൻ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ സിസ്കി വരുമ്പോഴേക്ക് വേരിയബിൾ ഇൻസ്ട്രക്ഷൻസ് കാരണം പൈപ്പ് ലൈൻ സപ്പോർട്ട് ഡിഫിക്കൽട്ടായിരിക്കും. എന്നാൽ റിസ്കിൽ അങ്ങനെയല്ല, നമുക്ക് പെട്ടെന്ന് ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂഷൻ ആ ഒരു പ്രോസസ്സ് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഒറ്റ സിംഗിൾ സൈക്കിളിൽ തന്നെ ഇതെല്ലാം വരും. ഇനി ഹാർഡ്വെയർ കോംപ്ലക്സിറ്റി നോക്കിക്കഴിഞ്ഞാൽ റിസ്കിൽ ഭയങ്കര കോംപ്ലക്സ് ആയിരിക്കും, റിസ്ക് എന്ന് പറയുന്നത് സിമ്പിളായിരിക്കും. കമ്പൈലർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ കമ്പൈലറിൻ്റെ റോള് സിസ്കിനകത്ത് ഭയങ്കര കുറവായിരിക്കും. ഇപ്പോൾ ലെസ് ഇമ്പോർട്ടൻ്റ് ആണ് കമ്പൈലർ റോൾ എന്ന് പറയുന്നത് ഇവിടെ റിസ്കിൽ. അതേ സമയത്ത് റിസ്കിനകത്താകുമ്പോൾ ഭയങ്കര വെരി ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഇനി കോഡ് സൈസ് നോക്കിക്കഴിഞ്ഞാൽ റിസ്കിനകത്ത് സ്മോളർ കോഡായിരിക്കും, മറ്റേതിൽ എന്താണ് ലാർജർ കോഡ് സൈക്കിൾസ് ആയിരിക്കും. ഓക്കെ. പെർഫോമൻസ് സ്ലോവർ കമ്പയർഡ് ടു റിസ്ക്, മറ്റേത് ഫാസ്റ്റർ ആയിരിക്കും. റിസ്ക് വെച്ച് നോക്കുമ്പോൾ റിസ്ക് ആണ് കൂടുതൽ ഫാസ്റ്റർ, സിസ്ക് എന്തായിരിക്കും? സ്ലോ ആയിരിക്കും. പവർ കൺസപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് കോംപ്ലക്സ് ആയതുകൊണ്ട് സിസ്കിനകത്ത് കൂടുതൽ പവർ കൺസ്യൂം ചെയ്യും, റിസ്കിനകത്ത്. നെക്സ്റ്റ് ഉള്ളത് ബേസിക് ഇൻസ്ട്രക്ഷൻ സെറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ബേസിക് ഇൻസ്ട്രക്ഷൻ സെറ്റ്സ് നമുക്ക് 3 ടൈപ്പ് ഉണ്ട്. 3 അഡ്രസ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്, 2 അഡ്രസ്സ്, അതേപോലെ 1 അഡ്രസ് ഇൻസ്ട്രക്ഷൻ. 3 അഡ്രസ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ 3 ലൊക്കേഷൻസ്, ഇപ്പോൾ ABC എന്ന് പറഞ്ഞ് തരുന്നു. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ആഡ് A, B, C എന്ന് പറയുമ്പോൾ എയും ബി എന്ന് പറയുന്ന സോഴ്സ് ഓപ്പറൻസ് ആയിരിക്കും. ഇതിനകത്തായിരിക്കും ഡേറ്റാസ് ഉള്ളത്. അപ്പോൾ എയും ബിയും സോഴ്സ് ഓപ്പറൻറ്റ്. ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് ഇതിൻ്റെ രണ്ടിലുള്ള കണ്ടൻറ്റുകൾ അല്ലെങ്കിൽ ഡേറ്റാസ് ഓ ഇൻസ്ട്രക്ഷൻ നമ്മൾ ആഡ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്യും? സിയിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ സി എന്ന് പറയുന്നതാണ് നമ്മൾ ഡെസ്റ്റിനേഷൻ ഓപ്പറൻറ്റ്. ഓക്കെ. ഇനി അവിടെ ചെയ്ത ഓപ്പറേഷൻ ആഡ് ഓപ്പറേഷൻ ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ 3 ലൊക്കേഷൻസ് ഉണ്ടല്ലോ, എയും ബിയും സിയും ഉണ്ട്. അങ്ങനെയാണ് 3 അഡ്രസ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇനി 3 അഡ്രസ് ഇൻസ്ട്രക്ഷൻ ഇപ്പോൾ എയും ബിയും കൂടി ആഡ് ചെയ്തു, റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്യുന്നു? സി എന്ന് പറഞ്ഞ് ഡെസ്റ്റിനേഷൻ ഓപ്പറൻറ്റിൽ സ്റ്റോർ ചെയ്യും.
ഇനി ടു അഡ്രസ് ഇൻസ്ട്രക്ഷൻ വരുമ്പോൾ ആഡ് എ കോമ ബി എന്ന് പറഞ്ഞേ ഉള്ളൂ. എന്ന് പറയുമ്പോൾ എയും ബിയും ആഡ് ചെയ്യും, എന്നിട്ട് റിസൾട്ട് ബി എന്ന് പറയുന്നതിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ആഡ് എ ആൻഡ് ബി ആൻഡ് ദ റിസൾട്ട് വിൽ ബി സ്റ്റോർഡ് ഓൺ ദി മെമ്മറി ലൊക്കേഷൻ ഏത് ബി എന്ന് പറയുന്നത്. അതേപോലെ മൂവ് ബി കോമ സി എന്ന് പറയാം. അപ്പോൾ ബിയിലുള്ള കണ്ടൻറ്റ് ലൊക്കേഷൻ സിയിലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, ആഡ് എ കോമ സി എന്ന് പറയുമ്പോൾ എയും സിയും ആഡ് ചെയ്ത് റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്യുക, സിയിൽ സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് 2 മെമ്മറി ലൊക്കേഷൻസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അതായത് നമുക്ക് 2 ഓപ്പറൻസ് മാത്രമേ ഉള്ളൂ, ഒന്ന് സോഴ്സും ഒന്ന് ഡെസ്റ്റിനേഷൻ എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അതാണ് 2 അഡ്രസ് ഇൻസ്ട്രക്ഷൻ. പിന്നെ നമുക്കുള്ളത് 1 അഡ്രസ് ഇൻസ്ട്രക്ഷൻ. 1 അഡ്രസ് ഇൻസ്ട്രക്ഷനിൽ പറയുന്നത് ഒരു പ്രോസസ്സർ രജിസ്റ്റർ, അതായത് അക്യുമുലേറ്റർ എന്ന് പറയുന്ന രജിസ്റ്റർ ആയിരിക്കും മിക്കവാറും യൂസ് ചെയ്യുക. ഓക്കെ, അവിടെയാണ് ഒരു അഡ്രസ്സ്. അപ്പോൾ അക്യുമുലേറ്റർ രജിസ്റ്ററിനെ നമ്മൾ എ എന്ന് പറഞ്ഞാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ എ എന്ന് പറയുന്ന അക്യുമുലേറ്റർ രജിസ്റ്റർ മാത്രം യൂസ് ചെയ്തുകൊണ്ടാണ് ഈ 1 അഡ്രസ് ഇൻസ്ട്രക്ഷൻ പറയുന്നത്. അപ്പോൾ ആഡ് എ അല്ലെങ്കിൽ ലോഡ് എ അല്ലെങ്കിൽ സ്റ്റോർ എ എന്ന് പറയുന്നത് കണ്ടോ. അപ്പോൾ ഇതിനകത്ത് ആഡ് എ എന്ന് പറയുമ്പോൾ എന്താണ്, മെമ്മറി ലൊക്കേഷൻ എ എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലുള്ള കണ്ടൻറ്റും, ഓക്കെ, അതായത് add the content of memory location A to the content of accumulator register. accumulator register ആയിട്ട് ആഡ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്യണം, അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യണം. ഓക്കെ, ഇതാണ് പറയുന്നത്. അപ്പോൾ ആഡ് പറയുമ്പോൾ മെമ്മറി ലൊക്കേഷൻ എയിലുള്ള കണ്ടൻറ്റും അക്യുമുലേറ്റർ രജിസ്റ്ററിലുള്ള കണ്ടൻറ്റും രണ്ടും കൂടി ആഡ് ചെയ്ത് റിസൾട്ട് അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യാം. ലോഡ് എന്ന് പറയുമ്പോഴോ, അതായത് മെമ്മറി ലൊക്കേഷൻ എയിലുള്ള കണ്ടൻറ്റിനെ കോപ്പി ചെയ്ത് അക്യൂമുലേറ്ററിലോട്ട് കൊടുക്കാം. സ്റ്റോർ എന്ന് പറയുമ്പോൾ കണ്ടൻറ്റ് ഓഫ് മെമ്മറി ലൊക്കേഷൻ, അപ്പം സ്റ്റോർ ചെയ്യുന്ന, അപ്പോൾ അക്യൂമുലേറ്ററിൽ ഓൾറെഡി ഉണ്ടല്ലോ, അക്യൂമുലേറ്ററിലുള്ളത് എങ്ങോട്ട് സ്റ്റോർ ചെയ്യുക, മെമ്മറി ലൊക്കേഷൻ എയിലോട്ട് കോപ്പി ചെയ്യുക. അക്യൂമുലേറ്ററിൽ നിന്ന് എ എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ ചെയ്യുമ്പോൾ സ്റ്റോറും, അതേപോലെ എ എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനിൽ നിന്ന് അക്യുമുലേറ്ററിലോട്ട് കൊടുക്കണമെങ്കിൽ ലോഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ആയിരിക്കും കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്സ് ആണ്. പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്സിൽ ആദ്യമേ നമുക്ക് വരുന്നത് അർത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ അർത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസിൽ ലോജിക്കൽ ഓപ്പറേഷൻ്റെ ആണ് ഫസ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെയുണ്ട്, സോഴ്സ് രജിസ്റ്റേഴ്സ്, 2 സോഴ്സ് രജിസ്റ്റേഴ്സ് തരുന്നുണ്ട്. S1 എന്ന് പറഞ്ഞ രജിസ്റ്ററും S2 രജിസ്റ്റർ. അതിനകത്ത് പർട്ടിക്കുലർ വാല്യൂസ് ഉണ്ട്. നമ്മൾ അസംബ്ലി കോഡ് തരാണ് ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. S3 രജിസ്റ്റർ കോമ S1 രജിസ്റ്റർ കോമ S2 രജിസ്റ്റർ. അതിൽ എന്താ ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, S1 S2 രജിസ്റ്റർ അസംബ്ലി കോഡാണ്. അപ്പോൾ S1 S2 രജിസ്റ്ററിലുള്ള കണ്ടൻറ്റ് അതിനകത്ത് ആൻഡ് ഓപ്പറേഷൻ ചെയ്ത് ആ റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്യുക, S3 രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഇവിടെ S1 S2 രജിസ്റ്റേഴ്സിലുള്ള വാല്യൂസ് തന്നിട്ടുണ്ട്. ഈ വാല്യൂസിനെ ആൻഡ് ഓപ്പറേറ്റ് ചെയ്ത് ഓരോ ബിറ്റിൻ്റെ ആൻഡ് ഓപ്പറേഷൻ ചെയ്ത് എവിടെ സ്റ്റോർ ചെയ്യുക, S3 എന്ന് പറയുന്ന ഈ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ ഇവിടെയാണ് ആൻഡ് 0 1s. ആൻഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 2 1s ആണെങ്കിൽ മാത്രമേ ആൻസർ 1 ആവും, ബാക്കി എല്ലാം കണ്ടീഷനിൽ 0 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ എല്ലാ കണ്ടീഷൻസിൽ എന്തായിരിക്കും ആൻസർ 0 ആയിരിക്കും. എപ്പോൾ 1 1 വരുന്നു, ഇപ്പോൾ ഈ ഒരു ബിറ്റ് നോക്കും, 1 1 വരുമ്പോൾ മാത്രം റിസൾട്ട് 1 ആവും. ഇതേപോലെ ഓറും എക്സോറും നോർ ഓപ്പറേഷൻസും പെർഫോം ചെയ്യാം. ഇങ്ങനെയാണ് ലോജിക്കൽ ഓപ്പറേഷൻ. ഇനി ഇതിനകത്ത് തന്നെ ഇമ്മീഡിയറ്റ് വാല്യൂ യൂസ് ചെയ്യുന്ന ഓപ്പറേഷനുണ്ട്. അപ്പോൾ നമ്മൾ S1 രജിസ്റ്റർ എടുത്ത് S2 രജിസ്റ്ററിന് പകരം ഒരു ഇമ്മീഡിയറ്റ് വാല്യൂ, അപ്പോൾ ഈ ഇമ്മീഡിയറ്റ് വാല്യൂ എന്താണ്, 0xFA34 ആണ്. ഈ ബൈനറിനെ മാറ്റി ഇത് ഹെക്സാഡെസിമൽ ഫോമാണ്. ഓക്കെ, അപ്പോൾ ഹെക്സാഡെസിമൽ ഫോമിലാണ് അതിനെന്തായി മാറുന്നത്, FA34 എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 0x ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഹെക്സാഡെസിമൽ റെപ്രസെൻറ്റേഷൻ കാണിക്കാനായിട്ട്. ഇപ്പോൾ ഈ ഒരു കേസിനകത്ത് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു വാല്യൂ ആണ്, ഇവിടെ രജിസ്റ്റർ അല്ല, ഒരു ഇമ്മീഡിയറ്റ് വാല്യൂ ആണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആൻഡ് അല്ലെങ്കിൽ ഓർ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എന്താണ്, ഓറായി ആൻഡായി അങ്ങനെ പറഞ്ഞായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഇമ്മീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ കാണിക്കുക. ഇപ്പോൾ ആൻഡായി രജിസ്റ്റർ S2 കോമ S1 രജിസ്റ്റർ കോമ എന്താണ് നമ്മളുടെ ഇമ്മീഡിയറ്റ് വാല്യൂ എന്താണ് അത് കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതെന്താ ചെയ്യുന്നത്, S1 രജിസ്റ്ററിലുള്ള കണ്ടൻറ്റും ഇമ്മീഡിയറ്റ് വാല്യൂം രണ്ടിൻ്റെയും കൂടി ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് റിസൾട്ട് S2 എന്ന് പറഞ്ഞ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യാം. സെയിം രീതിയിൽ ഇപ്പോൾ ആൻഡ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എന്താ 1 1 വരുന്ന കണ്ടീഷനിൽ മാത്രം 1, ബാക്കി എല്ലാ കണ്ടീഷൻസ് 0യിൽ പോകും.
അപ്പോൾ ഇതേപോലെ ഓർ വരുമ്പോൾ അഡീഷൻ പിന്നെ എക്സോർ. അപ്പോൾ ആ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്തു പോവാം. ഓപ്പറേഷൻ സെയിം ആണ്. ഇമ്മീഡിയറ്റ് വാല്യൂ യൂസ് ചെയ്യുമ്പം ഇൻസ്ട്രക്ഷൻ എന്തായി ആൻഡ് ഐ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഓർ ഐ എന്ന് പറഞ്ഞിട്ടും വരും. പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് ഇൻസ്ട്രക്ഷൻ ആണ്. അപ്പോൾ ഷിഫ്റ്റ് ഇൻസ്ട്രക്ഷനകത്തെന്ന് പറഞ്ഞാൽ ഇതെന്ത് ചെയ്യും, ഷിഫ്റ്റ് ദി വാല്യൂ ഇൻ എ രജിസ്റ്റർ ലെഫ്റ്റ് ഓർ റൈറ്റ്, ലെഫ്റ്റോ അല്ലെങ്കിൽ റൈറ്റിലോട്ടോ ഷിഫ്റ്റ് ചെയ്യും. 31 ബിറ്റ്സ് ആണ് നമുക്കുള്ളത്. ഇനി ഷിഫ്റ്റ് ഇൻസ്ട്രക്ഷനകത്ത് നമുക്ക് നോക്കാം, അസംബ്ലി കോഡ് ഉണ്ട്, ഫീൽഡ് വാല്യൂസ് ഉണ്ട്, മെഷീൻ കോഡ്സ് ഉണ്ട്. ഇനി ഫീൽഡ് വാല്യൂസിൻ്റെ ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് നമുക്ക് OP, RS, RT, RD, ഷംറ്റ്, ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ OP എന്ന് പറഞ്ഞ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, ഓപ്പ് കോഡാണ് അല്ലെങ്കിൽ ഓപ്പറേഷൻ കോഡ്. എന്ത് ഓപ്പറേഷനാണ് നമ്മൾ പെർഫോം ചെയ്യാൻ പോകുന്നത് അതായിരിക്കും അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ RS, RT ഉണ്ട്. RS, RT എന്ന് പറയുന്ന രജിസ്റ്റേഴ്സ് ആണ്. ഇതെന്ന് പറയുന്നത് സോഴ്സ് രജിസ്റ്റേഴ്സ് ആണ് ഇത് രണ്ടും. അപ്പോൾ സോഴ്സ് രജിസ്റ്റേഴ്സ് ആണ് RS, RT. RD എന്ന് പറയുന്ന രജിസ്റ്റർ, പക്ഷെ അതെന്താണ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ 2 സോഴ്സ് രജിസ്റ്ററും പിന്നെ ഒരു ഡെസ്റ്റിനേഷൻ രജിസ്റ്ററാണ് നമുക്കവിടെ ഉള്ളത്. പിന്നെ വരുന്നത് ഷംറ്റ് എന്ന് പറഞ്ഞിട്ട്, ഷംറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഷിഫ്റ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് വരുന്നത്. ഷിഫ്റ്റ് എമൗണ്ട് എന്നാണ് പറയുന്നത്, എത്രത്തോളം ഷിഫ്റ്റ് ചെയ്യണം. ഇപ്പം നോക്കാം, 4 ആണ് നമുക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ ഷംറ്റ് വാല്യൂ എന്താണ് 4 ആണ്, കണ്ടോ. പിന്നെ ഫംഗ്ഷൻ, ഏത് പർട്ടിക്കുലർ ഫംഗ്ഷൻ ആണ് പെർഫോം ചെയ്യുന്നത് അത് ഇൻഡിക്കേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഫീൽഡ് വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ സോഴ്സ് രജിസ്റ്ററും ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ വാല്യൂ ഉണ്ട്, ഷിഫ്റ്റ് എത്രയാണ് ചെയ്യേണ്ടതെന്ന് തന്നിട്ടുണ്ട്, ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അപ്പം ലെഫ്റ്റ് ഷിഫ്റ്റ് ആണ് നമുക്ക് ഫസ്റ്റ് ഓപ്പറേഷൻ പറഞ്ഞേക്കുന്നത്, T0 എന്ന് പറയുന്നത്. ഇനി T0 രജിസ്റ്റർ നമുക്ക് S1, S2 എന്നൊക്കെ പറഞ്ഞ രജിസ്റ്റേഴ്സ് ഇല്ലേ, ഇതെന്ന് പറയുന്നത് നമ്മളുടെ പെർമനൻ്റ് ആയിട്ടുള്ള രജിസ്റ്റേഴ്സ് ആണ്, നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള പെർമനൻറ്റ് രജിസ്റ്റേഴ്സ് ആണ് S1, S2. അതേസമയത്ത് T വെച്ച് നമ്മൾ രജിസ്റ്റേഴ്സ് കാണിക്കും. T ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ടെമ്പററി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന സ്റ്റോറേജിന് വേണ്ടി ടെമ്പററി സ്റ്റോറേജ് രജിസ്റ്റേഴ്സ് ആണ് എന്ത് നമ്മളുടെ T വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ T0 എന്ന് പറയുന്ന രജിസ്റ്ററിലോട്ട് S1 രജിസ്റ്ററിൽ എന്ത് ചെയ്യുക, ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ S1 രജിസ്റ്റർ ഉണ്ട്, T0 രജിസ്റ്റർ ഉണ്ട്. അപ്പോൾ മെഷീൻ കോഡിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇതിന്, ഇപ്പോൾ ഇതെന്ന് പറയുന്നത് ഓപ്പ് കോഡും അതേപോലെ ഫംഗ്ഷൻ മാത്രമാണ് 6 ബിറ്റ്സ്, ബാക്കിയെല്ലാം 5 ബിറ്റ്സാണ്. അപ്പോൾ ബൈനറിയിലോട്ട് മാറ്റുക. അപ്പോൾ 0ൻ്റെ ബൈനറിയിലോട്ട് മാറ്റുമ്പോൾ 6 ബിറ്റ്സിൻ്റെ ബൈനറി ആക്കുക. അപ്പോൾ ഇവിടെ 0ൻ്റെ 6 ബിറ്റ് ബൈനറി, 17 വരുമ്പോൾ 5 ബിറ്റ് ബൈനറി, 8 വരുമ്പോൾ 5 ബിറ്റ് ബൈനറി ഫോം അതിൻ്റെ എഴുതുക. 4ൻ്റെയും എത്ര 5 ബിറ്റ് ബൈനറി, 0 വരുമ്പോൾ അടുത്ത് എന്താണ് 6 ബിറ്റ് ബൈനറി. ഇത്രയും മെഷീൻ കോഡ് എഴുതി. മെഷീൻ കോഡ് എഴുതിയതിന് ശേഷം ഇനി ഇതെന്ന് പറയുന്നത് നമുക്ക് എന്താണ്, നമ്മളുടെ ഹെക്സാഡെസിമൽ വാല്യൂ ആണ്. അപ്പോൾ ആ എടുത്ത മെഷീൻ കോഡിൻ്റെ ഹെക്സാഡെസിമൽ ഫോമാണ് ഇത്. അപ്പോൾ ഹെക്സാഡെസിമൽ ഫോം ആക്കാൻ എന്ത് ചെയ്യണം, 4 വെച്ചിട്ട് മാപ്പ് ചെയ്യുക, 4 ബിറ്റ്സ് വെച്ചിട്ട്. അപ്പോൾ ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് 4 ബിറ്റ്സ്, ഇവിടെ 4 ബിറ്റ്, 4 ബിറ്റ്സ്, 4 ബിറ്റ്സ്, 4, അങ്ങനെ 4 ബിറ്റ്സ് ആയി. അപ്പോൾ ഇവിടെ ഫസ്റ്റ് 4 ബിറ്റ് വരുമ്പോൾ 0, അടുത്തതിന് 0, അടുത്ത 1, അടുത്ത വരുമ്പോഴോ 0 0 0 1 അല്ലേ. അപ്പോൾ അടുത്തത് 1, പിന്നെ 0 1 0 0, അപ്പോൾ 4, 0 0 0 1 1, പിന്നെ 0, പിന്നെ 0, കണ്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഹെക്സാഡെസിമൽ ഫോം. അപ്പോൾ ഓരോ കേസിലും അങ്ങനെ ആയിരിക്കും പോകുന്നത്. പിന്നെ ഇത് ലെഫ്റ്റ് ഷിഫ്റ്റ് വന്നപ്പോൾ, ഇനി റൈറ്റ് ഷിഫ്റ്റ് വന്നപ്പോഴോ S2 എന്ന് പറയുന്ന രജിസ്റ്റർ S1 രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ S1 രജിസ്റ്ററിൻ്റെ റൈറ്റ് ഷിഫ്റ്റ് വരുമ്പോൾ എന്തായിരുന്നു 17 18 4 2 എന്ന് പറഞ്ഞിട്ട് മാറും ഫീൽഡ് വാല്യൂസ്. നേരത്തെ S1 ആൻഡ് S2 രജിസ്റ്ററിൻ്റെ വാല്യൂസ് വെച്ച് നോക്കാം. അപ്പോൾ നേരത്തെ S1 രജിസ്റ്റർ വെച്ചിട്ടാണ് ഇതിങ്ങനെ ഓപ്പറേഷൻ പോകുന്നത്. പിന്നെ ഷിഫ്റ്റ് റൈറ്റ്, അപ്പോൾ റൈറ്റിൻ്റെ തന്നെ ഷിഫ്റ്റ് ചെയ്ത് പോകുന്ന രീതിയാണ്. ഇനി ഷിഫ്റ്റ് ഓപ്പറേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ സോഴ്സ് വാല്യൂസ് തരുന്നു, S1 എന്ന് പറഞ്ഞ രജിസ്റ്ററിൻ്റെ വാല്യൂ തന്നു, ഷിഫ്റ്റ് എമൗണ്ട് തരുന്നു. ഷിഫ്റ്റ് എമൗണ്ട് എത്രയാണ് 4, അപ്പോൾ 4 ആണ് നമ്മുടെ ഷിഫ്റ്റ് എമൗണ്ട്. അപ്പോൾ അതിൻ്റെ അസംബ്ലി കോഡ് എഴുതാനായിട്ട്, അസംബ്ലി കോഡ് എഴുതുമ്പോൾ എന്താ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുന്നത്, റൈറ്റ് ഷിഫ്റ്റും SRA എന്ന് പറഞ്ഞിട്ട് റൈറ്റ് ഷിഫ്റ്റ് വിത്ത് നമുക്ക് എന്താണ് ആ ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താ ഇത് വെച്ചിട്ടാണ് ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുന്നത്.
അപ്പോൾ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ T0 എന്ന് പറയുന്ന രജിസ്റ്ററിലായിരിക്കും കൊണ്ട് സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ ആകുമ്പോൾ S2 രജിസ്റ്റർ, S3 രജിസ്റ്റർ, 4 വെച്ചാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ലെഫ്റ്റ് ഷിഫ്റ്റ് S1 രജിസ്റ്ററിലാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ S1 രജിസ്റ്ററിൽ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്തായിരിക്കും, ഈ 4 ബിറ്റ്സുകൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താണ് പോകുന്നത്, ലെഫ്റ്റിലോട്ട് പോകും അല്ലേ. അപ്പോൾ അങ്ങനെ ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ ഇത് 0011 ആണ് ഇവിടെ വരുന്നത്. 000 000 000 0 1010 അടുത്ത 1000 ഇപ്പുറത്ത് വരുന്നത്. ഇനി ലാസ്റ്റ് വരുന്നത് എന്താവും, 0 ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതാണ് ഷിഫ്റ്റ് ലെഫ്റ്റ് എന്ന് SLL എന്ന് പറയുമ്പോൾ ലാസ്റ്റ് എന്ത് ചെയ്യും, 0. ഇപ്പോൾ ആബ്സല്യൂട്ട് വാല്യൂ വെച്ചിട്ടാണ് ഷിഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ആബ്സല്യൂട്ട് വാല്യൂ വരുമ്പോൾ എന്തായിരിക്കും, 1 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഇത് ഷിഫ്റ്റ് ചെയ്ത് ബാക്കി വരുന്ന പോയിന്റിൽ 1 വെച്ചിട്ട് ഫില്ല് ചെയ്യും. ഇതാവുമ്പോൾ 0 വെച്ചിട്ട് ഫില്ല് ചെയ്യും. ഇപ്പോൾ റൈറ്റ് ഷിഫ്റ്റ് വരുമ്പോൾ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് പോയി, ഈ വാല്യൂസ് എല്ലാം റൈറ്റിലോട്ട് പോയി. റൈറ്റിൽ പോകുമ്പോഴേക്ക് ഇവിടെ ആയിരിക്കും നമുക്ക് എന്താണ്, MSBയിലായിരിക്കും സീറോസ് വരുന്നത്. ഇനി അപ്പോൾ ഇവിടെ നമുക്ക് കാണാം വേരിയബിൾ ഷിഫ്റ്റ് ഇൻസ്ട്രക്ഷൻസ് ആണ്. വേരിയബിൾ ഷിഫ്റ്റ് ഇൻസ്ട്രക്ഷൻ വരുമ്പോൾ നോർമൽ ഷിഫ്റ്റ് പറഞ്ഞല്ലോ, ഇനി വേരിയബിൾ ഷിഫ്റ്റ് വരുമ്പോൾ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ഫീൽഡ് വാല്യൂസും അതിൻ്റെ മെഷീൻ കോഡ്സും അതിൻ്റെ ഹെക്സാഡെസിമൽ ഫോമും ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മെഷീൻ കോഡ് ഹെക്സാഡെസിമൽ ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ. ഇനി വേരിയബിൾ ഷിഫ്റ്റ് വരുമ്പോൾ എങ്ങനെയായിരിക്കും, ഇപ്പോൾ S1 രജിസ്റ്റർ ഉണ്ട്, S2 രജിസ്റ്റർ ഉണ്ട്. ഓക്കെ, S2 രജിസ്റ്റർ എന്താ കാണിക്കുന്നത്, എത്രയാണ് നമ്മളുടെ ഷിഫ്റ്റ് എമൗണ്ട് എന്നുള്ളത്, എത്ര വേണം നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടെല്ലാം എന്താണ്, ഇവിടെ ഷിഫ്റ്റ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, 8 ആണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 8 ബിറ്റ്സ് വെച്ചിട്ടായിരിക്കും നമുക്ക് എന്താ S1 രജിസ്റ്റർ ഷിഫ്റ്റ് ചെയ്ത് പോകേണ്ട. ഇപ്പോൾ അസംബ്ലി കോഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഫസ്റ്റ് കോഡ് നോക്കുക, SLLV എന്ന് പറഞ്ഞ വേരിയബിൾ ഷിഫ്റ്റ് ലെഫ്റ്റ് ആണ്, S3 രജിസ്റ്ററിലാണ് സ്റ്റോർ ചെയ്യേണ്ടത്. S1 രജിസ്റ്റർ വിത്ത് റെസ്പെക്ട് ടു S2 രജിസ്റ്റർ. S2 രജിസ്റ്റർ എന്ന് കാണിക്കുക, എത്ര ഷിഫ്റ്റ് കാണിക്കണം, S1ലുള്ള വാല്യൂ ആയിരിക്കും ഷിഫ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 8 അല്ലേ, അപ്പോൾ 8 എന്ന് പറയുമ്പോൾ ഈ ഇത്രയും ബിറ്റ്സ് ആണ് ഷിഫ്റ്റ് ചെയ്ത് മാറുന്നത്. അപ്പോൾ അവിടെ എന്തായിരിക്കും, 0 വന്നിട്ട് ബാക്കി ഷിഫ്റ്റ് എമൗണ്ട് എടുത്തെഴുതും. ഓക്കെ, ഇനി റൈറ്റ് ഷിഫ്റ്റ് വരുമ്പോഴോ റൈറ്റിൽ നിന്ന് അങ്ങോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഈ 2 എണ്ണം ആയിരിക്കും അങ്ങോട്ട് ഷിഫ്റ്റ് ആവുന്നത്. അപ്പോൾ അങ്ങോട്ട് ഷിഫ്റ്റ് ആകുമ്പോൾ ബാക്കിയൊക്കെ 0, ബാക്കി എമൗണ്ട് ഇതെന്താണോ അത് അങ്ങനെ എഴുതും. എവിടെ വരെ എഴുതും, 0010 വരെ വരും. ഇനി ആബ്സല്യൂട്ട് വാല്യൂ വെച്ച് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റേത് വെച്ച് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 0 ആണ് കൊടുത്തത്. ആബ്സല്യൂട്ട് വാല്യൂ വെച്ച് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 1 വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. ഇങ്ങനെയാണ് വേരിയബിൾ ഷിഫ്റ്റ് ഓപ്പറേഷൻ പോകുന്നത്. പിന്നെ വരുന്നതെന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഇൻസ്ട്രക്ഷൻ, അടുത്ത ഇൻസ്ട്രക്ഷൻ സെറ്റ്. അപ്പോൾ മൾട്ടിപ്ലൈ എന്ന് പറയുമ്പോൾ ഒരു 232 ബിറ്റ് നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് പ്രോഡക്റ്റ് എത്ര ബിറ്റ് കിട്ടും, 64 ബിറ്റിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. അതേപോലെ 32 ബിറ്റ് നമ്പേഴ്സുകളെ രണ്ടെണ്ണത്തിന് ഡിവൈഡ് ആണ് ചെയ്യുന്നതെങ്കിൽ 32 ബിറ്റിൻ്റെ കോഷ്യൻറ്റും 32 ബിറ്റിൻ്റെ റിമൈൻഡറും ആയിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ MIPSൻ്റെ ആർക്കിടെക്ചർ നമുക്ക് എന്താണ്, 2 സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്. HI അല്ലെങ്കിൽ LO എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഹൈയും ഒന്ന് ലോ വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യാം. ഇത് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രജിസ്റ്റേഴ്സാണ് ഇത് രണ്ടും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ, നമ്മളൊരു പ്രോഗ്രാം കൗണ്ടറിന് ചില ഇത് സ്കിപ്പ് ചെയ്ത് മോഡിഫൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു സെക്ഷനിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് ജമ്പ് ചെയ്ത് വേറൊരു സ്ഥലത്തോട്ട് പോകാനും, അല്ലെങ്കിൽ പ്രീവിയസ് കോഡ് അതേപോലെ എന്താ ചെയ്യുക റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോകാനും, അങ്ങനെയുള്ള ടൈപ്പാണ് ബ്രാഞ്ചിങ്. അപ്പോൾ അതിൽ 2 ടൈപ്പ് ഉണ്ട്, കണ്ടീഷണൽ ബ്രാഞ്ച് ഉണ്ട്, അൺകണ്ടീഷണൽ ബ്രാഞ്ച് ഉണ്ട്. കണ്ടീഷണൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷനെയാണ് BQ BNE എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ വെൻ ഈക്വലും നോട്ട് ഈക്വൽ വരുന്ന കണ്ടീഷനും, ജെയും JR ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ജമ്പും, അതേപോലെ JR എന്താണ് ജമ്പ് വിത്ത് രജിസ്റ്റർ, ഒരു പർട്ടിക്കുലർ രജിസ്റ്റർ ലൊക്കേഷൻ വെച്ചിട്ട് ജമ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഉള്ളത് കണ്ടീഷണൽ ബ്രാഞ്ചിങ് യൂസിങ് BEQ അല്ലെങ്കിൽ ബ്രാഞ്ച് ഈക്വൽ ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ കണ്ടീഷണൽ ബ്രാഞ്ചിങ് എങ്ങനെ ചെയ്യാം, ഇപ്പോൾ ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ BEQ എന്ന് പറയുന്നത് നമ്മൾ ബ്രാഞ്ച് ഇപ്പം ഈക്വൽ ആണെങ്കിൽ ബ്രാഞ്ചിലോട്ട് പോവുക, അല്ലെങ്കിൽ ബ്രാഞ്ച് സെലക്ട് എന്നുള്ള രീതിയിലായിരിക്കും BEQ ഇൻസ്ട്രക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു സിമ്പിൾ എക്സാമ്പിൾ കോഡാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ നോക്കുക, ആഡ് I എന്ന് വെച്ചാൽ ഇമീഡിയറ്റ് വാല്യൂ നമ്മളിവിടെ എടുക്കുന്നുണ്ട്, കണ്ടോ, ഇമീഡിയറ്റ് വാല്യൂ 4 നമ്മളിവിടെ എടുക്കുന്നുണ്ട്. ആഡ് I രജിസ്റ്റർ S0, രജിസ്റ്റർ 0, 4. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്, രജിസ്റ്റർ 0 എന്ന് പറഞ്ഞ രജിസ്റ്റർ വാല്യൂ 0 ആണെന്ന് കരുതാം, പ്ലസ് രജിസ്റ്റർ കോൺസ്റ്റൻറ്റ് വാല്യൂ തരുന്നുണ്ട് അല്ലേ.
അപ്പോൾ കോൺസ്റ്റൻറ്റ് വാല്യൂ എന്താണ് 4, ഒരു ഇമ്മീഡിയറ്റ് വാല്യൂ ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് ആ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും 4 ആണ്. ആ 4 എന്ന് പറയുന്ന റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്യും? S0 എന്ന് പറഞ്ഞ രജിസ്റ്ററിൽ സ്റ്റോർ ആയി. ഇനി സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ പറയുന്നത് ആഡ് ഐ രജിസ്റ്റർ S1, രജിസ്റ്റർ 0, 1. അപ്പോൾ S1 എന്ന് പറയുന്ന രജിസ്റ്ററിലാണ് ഇവിടെ സ്റ്റോർ ചെയ്യേണ്ടത്. വാല്യൂസ് എന്തൊക്കെയാണ്? ഒന്ന് 0യും പ്ലസ് 1ഉം ആണ് അവിടെ സ്റ്റോർ ചെയ്യേണ്ടത്. 0 + 1 എന്ന് പറയുമ്പോൾ 1 എന്ന് പറയുന്നതാണ് വാല്യൂ എവിടെ? S1 രജിസ്റ്റർ. അപ്പോൾ S0 രജിസ്റ്ററുമായി S1 രജിസ്റ്ററുമായി. S0 രജിസ്റ്ററിൽ 4ഉം S1 രജിസ്റ്ററിൽ 1ഉം സ്റ്റോറായി. ഇനി ലെഫ്റ്റ് ഷിഫ്റ്റ് എടുക്കാൻ പറയുന്നത്. ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താ? ലെഫ്റ്റ് ഷിഫ്റ്റ് S1 രജിസ്റ്റർ, S1 രജിസ്റ്റർ, 2 എന്ന് പറയുമ്പോൾ S1 രജിസ്റ്ററിനെ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യണം. എത്ര ഇത് വെച്ചിട്ട്? 2 വെച്ചിട്ട്. അപ്പോൾ S1 രജിസ്റ്ററിലുള്ള വാല്യൂ എന്താ? 1 ആണ് എന്ന് പറഞ്ഞ് ബൈനറി നോക്കിക്കഴിഞ്ഞാൽ 0, 0, 0, 1. 2 പോയിന്റ് വെച്ചിട്ട് ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ 1, 2. അപ്പോൾ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എന്താവും? 0, 1, 0, 0. ഇങ്ങനെ ആയിരിക്കും നമുക്ക് ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന വാല്യൂ. അപ്പോൾ 0, 1, 0, 0 എന്ന് പറയുന്ന വാല്യൂ എന്താണ്? 4 ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്യുന്നത്? S1 രജിസ്റ്ററിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ 4 എന്ന് പറയുന്നത് എവിടെയുണ്ട്? S1 രജിസ്റ്ററിലാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഇൻസ്ട്രക്ഷൻ നോക്ക്. BEQ, അതായത് ബ്രാഞ്ച് ഈക്വൽ ഇൻസ്ട്രക്ഷനാണ്. അവിടെ S0 രജിസ്റ്റർ, S1 രജിസ്റ്റർ, ടാർഗറ്റ്. അപ്പോൾ ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നൊന്നുമില്ല. S0 രജിസ്റ്ററിലുള്ള വാല്യൂ S1 രജിസ്റ്ററിലുള്ള വാല്യൂ ഈക്വൽ ആണെങ്കിൽ, അതാണ് BEQ ഇൻസ്ട്രക്ഷൻ. ഈക്വൽ ആണെങ്കിൽ ടാർഗറ്റ് എന്ന് പറയുന്ന ബ്രാഞ്ചിലോട്ട് ജമ്പ് ചെയ്യുക. ഇപ്പം ടാർഗറ്റ് എന്ന് പറഞ്ഞ ബ്രാഞ്ച് ഇവിടെ അല്ലേ, അപ്പോൾ ഈ ബ്രാഞ്ചിലോട്ട് പോവാം. ഇപ്പോൾ ഈ ഇടയ്ക്കുള്ള ഈ 2 ലൈൻസ് എക്സിക്യൂട്ട് ആവത്തില്ല. അപ്പോൾ ഡയറക്റ്റ് ടാർഗറ്റിൽ നിന്ന് ബ്രാഞ്ചിലോട്ട്. ഇപ്പം നമുക്ക് നോക്കാം S0, S1. S1 ഇപ്പം നമുക്ക് പുതിയ S1 എത്രയാണ്? 4. S0 എത്രയായിരുന്നു? 4. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 ഈക്വൽ അല്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇടയ്ക്കുള്ള ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ആവത്തില്ല. ഡയറക്റ്റ് എങ്ങോട്ട് ജമ്പ് ചെയ്തു? ടാർഗറ്റ് എന്ന് പറയുന്ന ബ്രാഞ്ചിലോട്ട് ജമ്പ് ചെയ്തു. ഇനി അവിടെ എന്തായി? അവിടെ S1 രജിസ്റ്റർ, S1 രജിസ്റ്റർ, S0 രജിസ്റ്റർ അങ്ങനെ ആഡാ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ S1 രജിസ്റ്ററിൻ്റെ വാല്യൂ S0 കൂടി ആഡ് ചെയ്യുക. S1 രജിസ്റ്റർ വാല്യൂ എന്താ? 4. S0 വാല്യൂ 4. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ റിസൾട്ട് 8. ഇതായിരിക്കും എന്ത്? S1 രജിസ്റ്ററിൽ സ്റ്റോർ ആവുന്നത്. ഓക്കെ. അപ്പോൾ BEQ ഇൻസ്ട്രക്ഷൻ പറയുന്നത് ഇത്രയാണ്. ബ്രാഞ്ച് ഈക്വൽ ആണെങ്കിൽ ആ പർട്ടിക്കുലർ ബ്രാഞ്ച് ലൊക്കേഷൻ എവിടെയാണോ ഇൻഡിക്കേറ്റ് ചെയ്തേക്കുന്നത് അങ്ങോട്ട് ജമ്പ് ചെയ്യും. ഇനി BNE ഇൻസ്ട്രക്ഷൻ ഉണ്ട്, അതായത് ബ്രാഞ്ച് നോട്ട് ഈക്വൽ. അവിടെയും സെയിം രീതിയിലാണ്. ഈ ആദ്യത്തെ 3 ഇൻസ്ട്രക്ഷൻ സെയിം രീതിയിൽ. BNE വരുമ്പോൾ എന്തായിരിക്കും? ചെക്ക് ചെയ്യും S0, S1 ഈ 2 രജിസ്റ്ററിലുള്ള വാല്യൂ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യും. ഓക്കെ. ഈക്വൽ ആണെങ്കിൽ ഈ താരത്തെ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്തു പോകും. ഓക്കെ. അപ്പോൾ ബ്രാഞ്ച് എടുക്കത്തില്ല, ഡയറക്റ്റ് ബ്രാഞ്ചിലോട്ട് പോകത്തില്ല. ഇവിടെ ഈക്വൽ ആണെങ്കിൽ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ടാർഗറ്റാണ്, ടാർഗറ്റിലോട്ട് പോകത്തില്ല. അത് നോട്ട് ഈക്വൽ ആണെങ്കിൽ മാത്രമായിരിക്കും ടാർഗറ്റിലോട്ട് മൂവ് ചെയ്യുന്നത്. ഇതാണ് അവിടെ വരുന്നത്. അപ്പോൾ BEQ BNE ഇൻസ്ട്രക്ഷനും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇത്രയാണ്. നെക്സ്റ്റ് അൺകണ്ടീഷണൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ ആണ് യൂസിങ് ജമ്പ്. J എന്ന് പറഞ്ഞ ജമ്പും JR എന്ന് പറഞ്ഞാൽ ജമ്പ് വിത്ത് രജിസ്റ്റർ ലൊക്കേഷൻ വെച്ചിട്ട്. ഇപ്പോൾ ജമ്പ് എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രക്ഷനും ജമ്പ് വിത്ത് രജിസ്റ്റർ ഇൻസ്ട്രക്ഷന് ഇതെപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? അൺകണ്ടീഷണൽ ബ്രാഞ്ചിങ് എന്നാണ് പറയുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ നോക്ക്. ആഡ് ഐ S0, 0, 4. അപ്പോൾ ഓട്ടോമാറ്റിക്കലി S0 എന്ന് പറഞ്ഞ രജിസ്റ്ററിലോട്ട് എന്ത് വാല്യൂ സ്റ്റോർ ചെയ്ത് 0 + 4 എന്ന് പറഞ്ഞാൽ 4 വന്നു. ഇനി അടുത്ത ആഡ് ഐ S1 രജിസ്റ്റർ, 0th രജിസ്റ്റർ, 1. അപ്പോൾ S1 എന്ന് പറയുന്ന രജിസ്റ്ററിലോട്ട് 0 + 1 ചെയ്യുമ്പോൾ 1 വന്ന് സ്റ്റോറായി. ഇനി ജമ്പ് ടു ടാർഗറ്റ് ആണ് അടുത്തത് കാണിക്കുന്നത്. അതായത് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ജമ്പ് ചെയ്ത് പോവാം. J എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷന് ജമ്പ് ടു ദി ടാർഗറ്റ്. അപ്പോൾ ഡയറക്റ്റ് ടാർഗറ്റിലോട്ട് ജമ്പ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെയുള്ള ഈ 2 ഇൻസ്ട്രക്ഷൻസ് നമ്മൾ നോക്കത്തില്ല, കാരണം ജമ്പ് ടു ടാർഗറ്റ് എന്ന സ്ഥിതിക്ക് ആ ഇൻസ്ട്രക്ഷൻ്റെ ആവശ്യമില്ല. ഡയറക്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷനിലോട്ട് ജമ്പ് ചെയ്ത് പോവാം. എന്നിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ വരുമ്പോൾ S1 S0യും കൂടി ആഡ് ചെയ്ത് റിസൾട്ട് S1 സ്റ്റോർ ചെയ്ത്. അപ്പോൾ അത് 1ഉം 4ഉം ആയിരുന്നല്ലോ, ആഡ് ചെയ്ത് റിസൾട്ട് 5 സ്റ്റോർ ചെയ്യും. ഇതാണ് ജമ്പ് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി JR ഉണ്ട്, അതായത് ജമ്പ് ടു എ പർട്ടിക്കുലർ രജിസ്റ്റർ വാല്യൂ കാണിത്തരും.
അപ്പോൾ ആ പർട്ടിക്കുലർ രജിസ്റ്ററിലോട്ടായിരിക്കും ജമ്പ് ചെയ്ത് പോകേണ്ടത്. ഇവിടെ അങ്ങനെയല്ല, ഒരു ബ്രാഞ്ച് കണക്ക് തന്നേക്കാണ് അല്ലേ ജമ്പ്. അപ്പോൾ അങ്ങോട്ട് ടാർഗറ്റ് ജമ്പ് ചെയ്യാനാണ് പറഞ്ഞത്. ഇനി ഇവിടെ എങ്ങനെയല്ല, ഒരു പർട്ടിക്കുലർ രജിസ്റ്റർ ലൊക്കേഷനിലോട്ടായിരിക്കും ജമ്പ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആഡ് ആയി എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ തന്നു. S0 രജിസ്റ്റർ കോമ 0 രജിസ്റ്റർ കോമ ഒരു ഹെക്സാഡെസിമൽ വാല്യൂ അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു, ഈ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഈ പർട്ടിക്കുലർ ഹെക്സാഡെസിമൽ വാല്യൂ ആയിരിക്കില്ല. ഇതാണ് S0 എന്ന് പറയുന്ന രജിസ്റ്ററിൽ സ്റ്റോർ ആവുന്നത്. ഇനി ജംപ് ടു രജിസ്റ്റർ ഓഫ് S0. S0 എന്ന് പറയുന്നത് ഇതിനകത്തൊരു വാല്യൂ ഉണ്ടായിരുന്നല്ലോ, 0x2010 എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു രജിസ്റ്ററിൻ്റെ ലൊക്കേഷനാണ്. ആ ഒരു വാല്യൂ, ആ ഒരു പർട്ടിക്കുലർ രജിസ്റ്റർ ഏതാണോ ആ രജിസ്റ്ററിലോട്ട് ജമ്പ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ JR എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ എന്താ ചെയ്യാൻ പോകുന്നത്, ജംപ് ടു ദിസ് പർട്ടിക്കുലർ രജിസ്റ്റർ. ഈ പർട്ടിക്കുലർ രജിസ്റ്റർ എവിടെയാണ് കിടക്കുന്നത്, വേണ്ടേ 2010 ഇവിടെയല്ല. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ വരുമ്പോൾ S0-നകത്ത് ഓൾറെഡി കിടക്കുന്ന വാല്യൂ ആണ്. അപ്പോൾ അത് എങ്ങോട്ട് ജമ്പ് ചെയ്യും, ഈ ഇൻസ്ട്രക്ഷനിലോട്ട്, ഇവിടെ ഈ ഒരു ലൈനിലോട്ട് ജമ്പ് ചെയ്യും. അപ്പോൾ ഇടയ്ക്കുള്ള ഈ ഇൻസ്ട്രക്ഷൻസ് ഒന്നും എക്സിക്യൂട്ട് ചെയ്തില്ല, ഡയറക്റ്റ് ഇവിടുന്ന് ജമ്പ് ചെയ്ത് ലാസ്റ്റ് ഇൻസ്ട്രക്ഷനിലോട്ട് വരും. എന്നിട്ട് ആ ഇൻസ്ട്രക്ഷനിൽ ലോഡ് വേർഡ് പറഞ്ഞിട്ടുണ്ട്. ലോഡ് വേർഡ് എന്താണ്, ലോഡ് വേർഡ് ഓഫ് S3 രജിസ്റ്റർ കോമ 44 ഓഫ് S1 രജിസ്റ്റർ. അപ്പോൾ S1 രജിസ്റ്ററിനകത്തുള്ള കണ്ടൻറ്റ്, അതായത് JR ഇൻസ്ട്രക്ഷൻ ഇത് ചെയ്തതിന് ശേഷം, എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം വന്ന് ലോഡ് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ 44 എന്ന് പറയുന്നത് നമ്മളുടെ ഓഫ്സെറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ എഴുതുമ്പോൾ നമ്മൾ ലോഡ് വേർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്ട്രക്ഷൻ എഴുതുമ്പോൾ ഇപ്പം S3, 44 ബ്രാക്കറ്റ് S1 രജിസ്റ്റർ. ഇതെന്ന് പറയുന്നത് നമ്മളുടെ ബേസ് അഡ്രസ്സിങ് മോഡും ബേസ് അഡ്രസ്സ് ആയിരിക്കും. ഈ 44 എന്ന് പറയുന്നത് ഓഫ്സെറ്റ് വാല്യൂ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ പർട്ടിക്കുലർ രജിസ്റ്ററിൻ്റെ ഒറിജിനൽ അഡ്രസ് ലൊക്കേഷൻ എന്ന് പറയുന്നത് എങ്ങനെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ ഓഫ്സെറ്റും ബേസ് അഡ്രസ്സും കൂടി ആഡ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് കിട്ടുന്നത്. ആ വാല്യൂ ആയിരിക്കും ഇവിടെ സ്റ്റോർ ആവുന്നത്. അങ്ങനെയാണ് ഈ ഇൻസ്ട്രക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് JR ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുമ്പോൾ ഇത്രയും അറിഞ്ഞാൽ മതി. ഇതിനകത്ത് എപ്പോഴാണ് ഒരു പർട്ടിക്കുലർ രജിസ്റ്റർ ലൊക്കേഷനിലോട്ടായിട്ടായിരിക്കും ഇത് എന്ത് ചെയ്യാൻ പോകുന്നത്, ജമ്പ് ചെയ്ത് പോകാൻ പോകുന്നത്. എന്നിട്ട് അവിടെ നെക്സ്റ്റ് നമുക്കുള്ളത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ 1 or more ഇൻസ്ട്രക്ഷൻസിനെയാണ് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഓഫ് കോഡ്സിനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. നോർമൽ നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജസിൽ. അപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജസിലുള്ള ഒരു ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ഇഫ് I = J എന്ന് പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഓപ്പറേഷൻ എന്താ പെർഫോം ചെയ്യുന്നത്, F എന്ന് പറയുന്നത് G+H ചെയ്യുന്ന വാല്യൂ ആയിരിക്കും F. ഇനി ഈ കണ്ടീഷനിൽ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ എഫിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് F-I. ഇതിന് അസംബ്ലി കോഡിലോട്ട്. അപ്പോൾ അസംബ്ലി കോഡിലോട്ട് എഴുതാനായിട്ട് ഇവിടെ ഫസ്റ്റ് നമ്മൾ കമൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട്, അതായത് ഇതിനകത്ത് ഓരോ വേരിയബിൾസിലെ ഐയും J, G, H, F, I എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നിനും ഓരോ രജിസ്റ്റേഴ്സ് ആയിട്ട് ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ അതിനാണ് S0 എന്ന് പറഞ്ഞ രജിസ്റ്ററിൽ F, S1 രജിസ്റ്റർ G, S2 രജിസ്റ്റർ H, S3 രജിസ്റ്റർ I, S4 രജിസ്റ്റർ J. ഇനി ആഷ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കമൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്തില്ല, പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈമിൽ എക്സിക്യൂട്ട് ചെയ്യാത്ത സ്റ്റേറ്റ്മെൻറ്റാണ്. ഇത് ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ ആണ് നമുക്ക് തരുന്നത്, അതായത് ഓരോ രജിസ്റ്റേഴ്സ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ നമുക്കുള്ളത് BNE ഇൻസ്ട്രക്ഷൻ ആണ്. BNE എന്ന് പറയുന്നത് ബ്രാഞ്ചിലോട്ട്, അതായത് നോട്ട് ഈക്വൽ ആണെങ്കിൽ എന്താണ് ബ്രാഞ്ചിലോട്ട് ജമ്പ് ചെയ്യുന്നത്. അപ്പോൾ S3 രജിസ്റ്ററും S4 രജിസ്റ്റർ L1 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്ത് ചെക്ക് ചെയ്യും, S3 രജിസ്റ്ററിനകത്തുള്ളത് എന്താണ് I അല്ലേ, S4 രജിസ്റ്റർ എന്താണ് J. ഇവർ രണ്ടുപേരും ഈക്വൽ ആണോ എന്ന് നോക്കും. ഇവർ ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ L1 എന്ന് പറയുന്ന ബ്ലോക്കിലോട്ട് ജമ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം S3-യും S4-ഉം ഈക്വൽ ആണോ എന്നുള്ളത്. ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ഇത് നോക്കുക IJ ഇത് ഈക്വൽ ആണെങ്കിൽ എന്തായിരുന്നു ഇൻസ്ട്രക്ഷൻ അടുത്ത് ചെയ്യേണ്ടത്, F = G+H. ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ F-I അല്ലേ. അപ്പോൾ ഇവിടെ എന്തായിരുന്നു, ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ, നോട്ട് ഈക്വൽ ആണെങ്കിൽ L1 ബ്രാഞ്ചിലോട്ട് പോയി. അപ്പോൾ അവിടെ എന്താണ് സബ്ട്രാക്റ്റ് അല്ലേ ചെയ്യേണ്ടത്, F-I. അപ്പോൾ F എന്താണ് S0 രജിസ്റ്റർ, I എന്താണ്, I എന്ന് പറയുന്ന S3 രജിസ്റ്റർ. അപ്പോൾ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്, S0 രജിസ്റ്റർ S3 രജിസ്റ്റർ. അപ്പോൾ F-I ചെയ്ത് റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്യും, F-നകത്ത്, അതായത് S0 രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യും.
ഇങ്ങനെ ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, ഇത് ഈക്വൽ അല്ല, ഈക്വൽ ആണെങ്കിൽ ആഡ് കൊടുക്കുക. എങ്ങനെ? G+H അല്ലേ, അപ്പോൾ ആഡ് S0 രജിസ്റ്റർ കോമ ജിന്നുള്ള രജിസ്റ്റർ ഏതാ? S1ഉം അടുത്തത് എച്ചിനുള്ളത് S2. അപ്പോൾ അത് രണ്ടും കൂടി എടുത്താൽ മതി. ഈ ഒരു രീതിയിലായിരിക്കും കോഡ് എടുക്കുന്നത്. ഇനി ഇഫ് എൽ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ അതേപോലെ, ഇഫ് ആണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ I=J സാറ്റിസ്ഫൈ ചെയ്താൽ F=G+H, അല്ലെങ്കിൽ എൽസ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇപ്പോൾ ഇതിന് MIPS കോഡിൽ എഴുതുമ്പോൾ ആദ്യമേ നമ്മൾ ഓരോ വേരിയബിൾസിനെയും S0, S1, S2 വെച്ചിട്ട് ഡിക്ലെയർ ചെയ്യും, ഐയും ജിയും എച്ചും ഒക്കെ. പിന്നെ BNE ഇൻസ്ട്രക്ഷൻ നോക്കി ചെക്ക് ചെയ്യും S3, S4, അതായത് ഐയും ജെയും ഈക്വൽ ആണോ എന്നുള്ളത്. അപ്പോൾ നോട്ട് ഈക്വൽ ആണെങ്കിൽ എങ്ങോട്ട് ജമ്പ് ചെയ്യും? എൽസ് എന്ന് പറയുന്ന, ഇത് ബ്രാഞ്ചാണ് നമ്മൾ എൽസ്, അപ്പോൾ എൽസ് എന്ന് പറയുന്ന ബ്രാഞ്ചിലോട്ട് ജമ്പ് ചെയ്യും. അവിടെ നമ്മൾ എന്ത് ചെയ്യും? സബ്ട്രാക്റ്റ് ചെയ്യും. ഇനി ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ആഡ് എന്ന് പറഞ്ഞ് ഉള്ള ഇൻസ്ട്രക്ഷൻ, അതായത് G+H ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യും. എന്നിട്ട് അതിന് ശേഷം എവിടെ ജമ്പ് ചെയ്യും? L2 ആയിരിക്കും പിന്നെ നമ്മളെ മെയിൻ പ്രോഗ്രാം. അപ്പോൾ ഇവിടെ മെയിൻ പ്രോഗ്രാം വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ L2ലോട്ടായിരിക്കും അത് ജമ്പ് ചെയ്ത് പോകുന്നത്. നെക്സ്റ്റ് ടൈപ്പ് വരുന്നതെന്ന് പറയുന്നത് സ്വിച്ച് ഓർ കേസ് സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജിൽ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ സ്വിച്ച് ഒരു പർട്ടിക്കുലർ എമൗണ്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ചെന്ന് ചെക്ക് ചെയ്യും ആ ഒരു എമൗണ്ട് ഏതിനകത്താണ്. ഇപ്പോൾ കേസ് 20 ഉണ്ട്, കേസ് 50, കേസ് 100, അല്ലെങ്കിൽ ഡീഫോൾട്ട് ഒരു വാല്യൂവും കാണും. അപ്പോൾ ഓരോന്നിൽ നോക്കി കേസ് 20ൽ പറയുന്ന ഫീ എന്ന് പറയുന്നത് 2 ആണ്, എന്നിട്ട് ആ കേസിൽ ബ്രേക്ക് ചെയ്ത് 50 വന്നപ്പോൾ ഫീ 3 ആണ്, പിന്നെ ബ്രേക്ക് ചെയ്ത് 100 വന്നപ്പോൾ ഫീ 5 ബ്രേക്ക്, ഡീഫോൾട്ടായിട്ട് ഫീ 0 ആയിരിക്കും. അങ്ങനെ എക്സിക്യൂട്ട്. ഇനി ഓരോ കേസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യാം? ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യും. ഇനി ഇതിൻ്റെ ഇക്വാലൻറ്റ് ഫംഗ്ഷൻ എന്താ? ഫസ്റ്റ് നോക്കുന്നത് ഇങ്ങനെയാണ്. ഇഫ് എമൗണ്ട് ഈക്വൽ ടു 20, എമൗണ്ട് 20 ആണെങ്കിൽ, എമൗണ്ട് വാല്യൂ ഇല്ല ഇവിടെ, ഇത് 20 ആണെന്നുണ്ടെങ്കിൽ ഫീ എന്തായിട്ട് ഇത് ചെയ്യും? 2 ആയിട്ട്. അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത നോക്കും, അടുത്ത കേസിൽ അവിടെ എമൗണ്ട് എന്ന് പറയുന്നത് എൽസ് ഇഫ് എമൗണ്ട് ഈക്വൽ ടു 50, എമൗണ്ട് 50 ആണെന്നുണ്ടെങ്കിൽ 3 വരും, 100 ആണെങ്കിൽ 5. ഇനി എത്ര എമൗണ്ട് എന്ന് അറിയത്തില്ല, ഇതൊന്നുമല്ല, ആ കൊടുത്ത എമൗണ്ട് ഈ ഒരു വാല്യൂസിലും വന്നില്ല എങ്കിൽ ഡീഫോൾട്ടായിട്ട് എന്തെടുക്കും? 0 എടുക്കും. ഇങ്ങനെയാണ് ഒരു ഹൈ ലെവൽ കോഡിൽ എഴുതുന്നത്. ഇതേ സംഭവം അസംബ്ലി ലാംഗ്വേജിൽ എഴുതുമ്പോൾ എങ്ങനെയായിരിക്കും? S0 എന്ന് പറയുന്ന ഒരു രജിസ്റ്റർ എടുക്കുക, അതിനകത്തായിരിക്കും എമൗണ്ട്. S1 എന്ന് പറയുന്നത് ഫീ. അപ്പോൾ രണ്ടെണ്ണം ഉണ്ട്, ഒന്ന് എമൗണ്ട് ഉണ്ട്, ഒന്ന് ഫീയും കാണിക്കും. ഇനി കേസ് 20 എടുത്ത് ആഡ് ചെയ്യും. കേസ് 20 എടുക്കുമ്പോൾ ആഡ് T0. T എന്ന് പറയുന്നത് എന്താണ്? T0 എന്നൊക്കെ പറയുന്നത് ടെമ്പററി ആയിട്ട് നമ്മൾ എടുത്തേക്കുന്ന രജിസ്റ്ററാണ് T0. മറ്റേത് സെയിം രജിസ്റ്റേഴ്സ് ആണ് S. അപ്പോൾ T0, രജിസ്റ്റർ 0, 20. അപ്പോൾ ഇതെന്ത് ചെയ്യും? ആഡ് ചെയ്ത് 20 എന്ന് പറയുന്ന വാല്യൂ ആണ് T0 രജിസ്റ്ററിൽ കൊണ്ട് വെക്കുന്നത്. എന്നിട്ട് നമ്മൾ നോട്ട് ഈക്വൽ കണ്ടീഷൻ നോക്കും, അതായത് ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്, ഓക്കെ, അപ്പോൾ കേസ് 50 എന്ന് പറയുന്നത് I എന്ന് പറയുന്നത് എന്തായിരിക്കണം? BNE S0 രജിസ്റ്റർ, T0 രജിസ്റ്റർ. T0ൻ്റെ വാല്യൂ 20 ആണ്, S0-നകത്തുള്ള എമൗണ്ട്. ഇത് രണ്ടും ഈക്വൽ ആണോ എന്ന് നോക്കും. ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ എവിടെ പോകും? കേസ് 50. അടുത്ത കേസ് 50 ആണ്. ഈക്വൽ ആണെങ്കിൽ എന്ത് ചെയ്യും? ആഡ് S1 രജിസ്റ്റർ, S0, അതായത് അതിൻ്റെ ഫീൻ്റെ വാല്യൂ എന്തായിരിക്കും? 2 ആയിരിക്കും. അതാണല്ലോ ഇവിടെ പറഞ്ഞത് 2 എന്ന് പറഞ്ഞിട്ട്. ട്രൂ ആണെങ്കിൽ 2, അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത കേസിൽ പോകണം. ഇപ്പോൾ ഇവിടെ എന്തായിരുന്നു? BNE ഇൻസ്ട്രക്ഷൻ കൊടുത്ത് ട്രൂ ആണോ എന്ന് നോക്കി. ട്രൂ ആണെങ്കിൽ ആഡ് എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് 2 എന്ന് പറഞ്ഞ വാല്യൂ കൊണ്ടുവന്നിട്ട് പിന്നെ ജമ്പ് ചെയ്ത് എവിടെ പോകും? ഏറ്റവും ലാസ്റ്റിൽ ഡൺ എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തു. അല്ല എന്നുണ്ടെങ്കിൽ കേസ് 50 പോകും, അവിടെയും ചെക്ക് ചെയ്യും. BNE ഇൻസ്ട്രക്ഷൻ നോട്ട് ഈക്വൽ ആണെങ്കിൽ കേസ് 100ലോട്ട് വരും, ഇവിടെയും നോട്ട് ഈക്വൽ ആണെങ്കിൽ ഡീഫോൾട്ടിലോട്ട് വരും, എന്നിട്ട് ഫൈനലി ഡൺ ആയി പോകും. ഇനി ഏതെങ്കിലും ഒന്നിൽ ഈക്വൽ ആവുകയാണെങ്കിൽ ഡയറക്റ്റ് എവിടെ ജമ്പ് ചെയ്ത് വരും? ഡണ്ണിലോട്ട് വരും. ലാസ്റ്റ് ലൂപ്സുകൾ. അപ്പോൾ നോർമലി കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞു. ഇനി ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇതെന്ന് പറയുന്ന ഒരു ഫുൾ ബ്ലോക്ക് ഓഫ് കോഡ്സ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. നമുക്ക് വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വൈൽ ലൂപ്പ് എങ്ങനെയാണ്? ഇപ്പോൾ ഒരു ഹൈ ലെവൽ ലാംഗ്വേജിൽ ഇൻപുട്ട് എടുക്കുന്ന പവർ 1, X എന്ന് പറഞ്ഞ് 0. ഈ പവർ നോട്ട് ഈക്വൽ ടു 128 ആണെങ്കിൽ, അതായത് എപ്പോഴും 128ന് ഈക്വൽ അല്ലാതെയാണ് നിൽക്കുന്നതെങ്കിൽ എപ്പോഴും പവർ എന്ന് പറഞ്ഞാൽ പവർ ഇൻറ്റു 2 എന്ന് പറഞ്ഞ് മൾട്ടിപ്ലൈ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അതേപോലെ X = X+1 ആയിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും.
എപ്പോൾ വരെ? ഇത് നോട്ട് ഈക്വൽ ഇരിക്കുന്ന വരെ. ഇത് എപ്പോൾ ഈക്വൽ ആവുന്നോ ആ സമയത്ത് വൈൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ്. അപ്പോൾ MIPS കോഡ് എഴുതുമ്പോൾ സെയിം S0നും S1 എന്ന് പറഞ്ഞിട്ട് പവറിനും എക്സിനും ഓരോ രജിസ്റ്റേഴ്സ് കൊടുത്തു. ആഡ് ഐ ചെയ്തു. ആഡ് ഐ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? പവർ ഈക്വൽ ടു 1 ആയിട്ട് കാണിക്കാൻ. S0 രജിസ്റ്ററിലാണല്ലോ പവർ, അത് 1 ആക്കി. കാരണം നമുക്ക് ഇവിടെ ഇൻറ്റ് വാല്യൂസ് ഇങ്ങനെ കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് 1 ആക്കി. അടുത്ത S1 രജിസ്റ്ററിനെ എന്ത് ചെയ്തു? 0 ആക്കി. ഇനി നമുക്ക് വൈൽ ലൂപ്പ് പോകാൻ വേണ്ടി ആഡ് ഐ ഇൻസ്ട്രക്ഷൻ എടുത്തു. ആഡ് ഐ ഇൻസ്ട്രക്ഷൻ എടുത്ത് T0 എന്ന് പറഞ്ഞ ടെമ്പററി രജിസ്റ്റർ എടുത്ത് അതിൻ്റെ വാല്യൂ 128. കാരണം നമുക്ക് 128 വരെയാണ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 128 വരെ കൊടുക്കുന്നു T0 രജിസ്റ്റർ. എന്നിട്ടാണ് നമ്മൾ വൈൽ ലൂപ്പ് എഴുതുന്നത്. അപ്പോൾ വൈൽ ഈ കണ്ടീഷൻ ഇനി ഇത് T0 രജിസ്റ്ററിൽ കൊടുത്തല്ലോ. അപ്പോൾ BEQ വെച്ച് നോക്കും ഈക്വൽ ആണോ എന്നുള്ളത്. ഏതൊക്കെയാ? T0യിലെ വാല്യൂയും S0 വാല്യൂ. ഇവർ രണ്ടുപേരും ഈക്വൽ ആണെങ്കിൽ ഇതെന്ത് ചെയ്യും? ഡണ്ണിൽ പോകും. ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യും. കാരണം ഇവിടെ എന്താണ്? +1 ചെയ്യല്ലേ. അപ്പോൾ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് പവേഴ്സ് വെച്ചിട്ട് അത് പവർ ഇസ് ഈക്വൽ ടു പവർ ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ പോകേണ്ടത്. അപ്പോൾ അതിനാണ് ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ S0 രജിസ്റ്ററിലെ വാല്യൂ എന്തായിരുന്നോ ആ വാല്യൂവിനെ ഇൻറ്റു 1 വെച്ചിട്ട് ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് പോകും. പിന്നെ നമുക്കുള്ളത് ആഡ് ഐ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ x+1 ആയിട്ട് എക്സിക്യൂട്ട് ആവും. ഫോർ ലൂപ്പിലും ഇതേപോലെ. ഫോർ ലൂപ്പിലും നമ്മൾ ഹൈ ലെവൽ. അപ്പോൾ 4 കണ്ടീഷൻ വരുന്ന I is equal to 0, I not equal to 10, I is equal to I+1 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സമ്മിൻ്റെ വാല്യൂ എന്താണ്? സം പ്ലസ് ഐ എന്ന് പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇക്വാലൻറ്റ് ലൂപ്പ് എഴുതുമ്പോൾ ഇൻറ്റ് സം ഈക്വൽ ടു 0, I 0. അങ്ങനെയാണെങ്കിൽ വൈൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് എന്താ? I not equal to 0. I not equal to 0 ആണെങ്കിൽ സം എന്ന് പറയുന്നത് സം പ്ലസ് ഐ ആൻഡ് I is equal to I+1 എന്ന് പറയുന്ന കണ്ടീഷൻ ആയിരിക്കും. അപ്പോൾ MIPS അസംബ്ലി കോഡിൽ ഇത് എഴുതുമ്പോഴേക്ക് S0 എന്ന് പറയുന്ന രജിസ്റ്റർ ഐയും S1 എന്ന് പറയുന്ന രജിസ്റ്റർ സമ്മും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആഡ് എന്ന് പറയുന്ന S1 രജിസ്റ്റർ രജിസ്റ്റർ 0 രജിസ്റ്റർ 0. അപ്പോൾ സമ്മിൻ്റെ വാല്യൂ 0 ആക്കാനുള്ളത്. പിന്നെ ഐൻ്റെ വാല്യൂ 0, T0 എന്ന് പറയുന്ന 10. ഇത്രയും കണ്ടീഷനുണ്ട്. 4 എന്ന് പറഞ്ഞ് എഴുതുന്നത്. അപ്പോൾ ലൂപ്പിന് വേണ്ടിയുള്ള കണ്ടീഷൻസ് ഒക്കെ നമ്മൾ ആദ്യമേ കൊടുക്കും. 4 എഴുതും. എന്നിട്ട് ബ്രാഞ്ച് ഇക്വാലൻറ്റ് വെച്ചിട്ട് നോക്കും. ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എവിടെ പോകും? ഡണ്ണായിട്ട് പോയി കംപ്ലീറ്റ് ചെയ്യും. ഇല്ല എന്നുണ്ടെങ്കിൽ ബാക്കി ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്തായിരിക്കും പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ലൂപ്സ് യൂസിങ് SLT ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ദ ഫോളോയിങ് ഹൈ ലെവൽ കോഡ് ആഡ്സ് ദി പവേഴ്സ് ഓഫ് 2 ഫ്രം 1 to 100. 1 തൊട്ട് 100 വരെയുള്ള നമ്പേഴ്സിൻ്റെ പവേഴ്സ് ഓഫ് 2 വെച്ചിട്ട് ആഡ് ചെയ്ത് പോവും. അപ്പോൾ അതെന്ന് പറയുമ്പോൾ എന്താ? 1, 2⁻² എന്ന് പറയുന്ന 4. അപ്പോൾ അങ്ങനെ വെച്ച് ആഡ് ചെയ്ത് പോകുന്നതാണ്. അതിന് അസംബ്ലി ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അപ്പോൾ ഹൈ ലെവൽ കോഡ് നമുക്ക് തന്നിട്ടുണ്ട്. സം 0 വെച്ചിട്ട് എവിടെ ഐട്രേഷൻ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? 1 തൊട്ട് എപ്പോൾ വരെ? 101 വരെ. കാരണം 100 വരെ നമുക്ക് എടുക്കണം. അപ്പോൾ <101 ആൻഡ് I is equal to I into 2. അപ്പോൾ I into 2 വെച്ചിട്ട് പവേഴ്സ് ഓഫ് 2 വെച്ചിട്ട് I into 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താണ് ഓരോ പ്രാവശ്യം പോകേണ്ടത്. ഇനി സം ഇസ് ഈക്വൽ ടു സം പ്ലസ് ഐ ആയിട്ട് കൺസിഡർ ചെയ്യുക ഓരോ പ്രാവശ്യം. ഇനി ഇതിൻ്റെ അസംബ്ലി കോഡാണ് എഴുതേണ്ടത്. ഇനി ഇതിൻ്റെ അസംബ്ലി കോഡ് എഴുതാൻ വേണ്ടി നമുക്ക് SLT ഇൻസ്ട്രക്ഷൻ ഉണ്ട്. SLT ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സെറ്റ് ലെസ് ദാൻ എന്നുള്ള ഇൻസ്ട്രക്ഷനാണ്. ഇത് ലെസ് ദാൻ ഓപ്പറേഷൻ നമ്മൾ ഫോർ ലൂപ്പിനകത്തൊക്കെ ലെസ് ദാൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യാനാണ് ഈ SLT, അതെങ്കിൽ സെറ്റ് ലെസ് ദാൻ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ. അപ്പോൾ MIPS അസംബ്ലി ലാംഗ്വേജിനകത്ത് അല്ലെങ്കിൽ അസംബ്ലി കോഡിൽ നമുക്ക് ആദ്യമേ ഓരോ ഇൻസ്ട്രക്ഷൻ, അപ്പോൾ നമുക്ക് I എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ട്, അതേപോലെ സം ഉണ്ട്. അപ്പോൾ I എന്ന് പറയുന്നതിന് S0 രജിസ്റ്ററിലും സമ്മിന് S1 രജിസ്റ്ററിലും ആയിട്ട് ആദ്യമേ സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു കമൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, ജസ്റ്റ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയാണ് ഇനിഷ്യലി നമ്മളങ്ങനെ കമൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് എഴുതുന്നത്. ഇനി അതിനുശേഷം ആഡ് I S1 രജിസ്റ്റർ 0th രജിസ്റ്റർ 0, കാരണം സം എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? 0 ആയിരിക്കണം. അപ്പോൾ സം എന്ന് പറയുന്ന ഏത് രജിസ്റ്റർ ഇവിടെ? S1. ആ രജിസ്റ്റർ 0 ആക്കാനായിട്ട് രജിസ്റ്റർ 0, അപ്പോൾ അത് 0 + 0 എന്ന് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ S1 രജിസ്റ്ററിൽ സ്റ്റോർ ആവുന്നത് 0. ഇനി അടുത്ത ആഡ് I ഇമിഡിയേറ്റ് വാല്യൂ ഫോർ S0 രജിസ്റ്റർ. അപ്പോൾ S0 രജിസ്റ്റർ ഇനിഷ്യലി എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? അതായത് S1 ഐൻ്റെ വാല്യൂ 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ
S0 എന്ന് പറയുന്ന രജിസ്റ്ററിൻ്റെ വാല്യൂ 1 ആവണം. അതിനാണ് രജിസ്റ്റർ 0,1 എന്ന്. അപ്പോൾ 1 + 0 ആഡ് ചെയ്ത് S0-നകത്ത് എവിടെയാവും? 1 ആവും. ആൻഡ് ആഡ് I എന്ന് പറയുന്ന രജിസ്റ്റർ T0, രജിസ്റ്റർ 0,101 എന്ന് പറഞ്ഞു. അപ്പോൾ T0 എന്ന് പറയുന്ന രജിസ്റ്ററിൽ എന്താണ് സേവ് ചെയ്യുന്നത്? ടെമ്പററി രജിസ്റ്റർ ആണ്. കാരണം T0 വരെ എന്ന് പറയുന്നത് 101 വരെ നമുക്ക് പോകണം. അപ്പോൾ അതിന് T0 രജിസ്റ്റർ 101 ഫിക്സ് ചെയ്തു. ഇനിയാണ് നമ്മൾ ലൂപ്പ് എഴുതുന്നത്. അപ്പം നമുക്ക് ലൂപ്പ് എന്ന് പറയുന്നത് ഫോർ ലൂപ്പാണ്. അപ്പോൾ അതിന് ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് SLT രജിസ്റ്റർ T1, രജിസ്റ്റർ S0, രജിസ്റ്റർ T0. അപ്പോൾ രജിസ്റ്റർ T0 എന്ന് പറയുന്ന വാല്യൂ എന്താണ്? 101 ആണ്. അപ്പോൾ 101 പ്ലസ് അല്ലെങ്കിൽ 101 എന്ന് പറയുന്നതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ SLT ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുമ്പോൾ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? I എന്ന് പറയുന്ന രജിസ്റ്റർ, അതായത് S0 രജിസ്റ്റർ ആണ് നമ്മളുടെ I. ഇത് ലെസ് ദാൻ എന്താണ്? 101 ആണ് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ T1 എന്ന് പറയുന്ന രജിസ്റ്ററിൻ്റെ വാല്യൂ എന്താണ്? T1 രജിസ്റ്റർ എന്ന് പറയുന്നത് 1ഉം I എന്ന് പറയുന്നത് ലെസ് ദാൻ 101ഉം ആൻഡ് ഇപ്പോൾ T1 രജിസ്റ്റർ ആണല്ലോ, അത് എപ്പോൾ 1 ആവും? ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ 1 ആവും. അല്ലെങ്കിൽ T0ൻ്റെ വാല്യൂ എന്തായിരുന്നു? 0. അപ്പോൾ അല്ലെങ്കിൽ 0 എന്നുള്ള രീതിയിലായിരിക്കും പോകുന്നത്. പിന്നെ ഇക്വാലൻറ്റ് ബ്രാഞ്ച് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യും. T1 രജിസ്റ്ററും 0th എന്ന് പറഞ്ഞ രജിസ്റ്ററും ഈക്വൽ ആണോ എന്ന് പറയുമ്പോൾ T1 രജിസ്റ്ററിൻ്റെ വാല്യൂ എന്താണ്? 0 ആണോ എന്ന് നോക്കും. I > or = 0. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈക്വൽ ആണെങ്കിൽ ഡൺ എന്ന് പറയുന്ന ബ്രാഞ്ചിലോട്ട് പോകും. അല്ല എന്നുണ്ടെങ്കിൽ ആഡും പിന്നെ ലെഫ്റ്റ് ഷിഫ്റ്റും ചെയ്തിട്ട് ജമ്പ് ചെയ്യും ലൂപ്പിൽ നിന്ന്. ഇങ്ങനെയാണ് SLT ഇൻസ്ട്രക്ഷൻ നമ്മൾ യൂസ്. പിന്നെ നമുക്ക് വരുന്നതെന്ന് പറയുന്നത് അറേസ് ആണ്. അപ്പോൾ അറേ എന്ന് പറയുന്നത് ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റയെ ആക്സസ് ചെയ്യുന്ന സമയത്താണ് അറേസ് യൂസ് ചെയ്യുന്നത്. ഇനി ഓരോ അറേ എലിമെൻസിനും നമുക്ക് എന്തുണ്ട്? ഒരു ഇൻഡെക്സ് വാല്യൂ ഉണ്ട്, അതിൻ്റെ നമ്പറിംഗ് ഉണ്ട്, ഇൻഡെക്സ് വാല്യൂ നമ്പേഴ്സ് ഉണ്ട്. ഇനി അതിനകത്ത് നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഒരു അറേനകത്തുള്ളതിന് നമ്മൾ സൈസ് ഓഫ് ദി അറേ വെച്ചായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അറേ ഇൻഡെക്സിങ് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ അഡ്രസ്സാണ് ഇവിടെ തരുന്നത്. 1007 തൊട്ട് എവിടെ 110 തൊട്ട് അതിന് 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് 10 വരെ. ഇനി അറേൻ്റെ ഇൻഡെക്സിങ് നോക്കാം. ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇതിനകത്ത് കൊടുത്തേക്കുന്നതാണ്, അതായത് ബ്രാക്കറ്റിൽ 0, 1. അപ്പോൾ ഇൻഡെക്സ് 0, ഇൻഡെക്സ് 1. അപ്പോൾ ഓരോ അറേസും എവിടെയാണ്? അപ്പോൾ അങ്ങനെ 5 എൻട്രീസ് ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ബേസ് 00 വെച്ച് 700 തൊട്ട് 7010 വരെയുള്ള ആ ഒരു അഡ്രസ് ലൊക്കേഷൻസ് വെച്ചിട്ട് ഓരോ അറേസ് ആക്സസ് ചെയ്യുന്ന രീതി. അപ്പോൾ അതിൻ്റെ ഇൻഡെക്സിങ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇനി എങ്ങനെ ഈ അറേസിനെ ആക്സസ് ചെയ്യാം? നോർമൽ ഹൈ ലെവൽ ലാംഗ്വേജിൽ ഇൻറ്റ് അറേ ഓഫ് 5 എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആ ഒരു അറേ ഇൻഡെക്സ് വെച്ച് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അറേ 0 എന്ന് പറയുമ്പോഴേക്കും എന്താ? അറേ 0 + 8, അല്ലെങ്കിൽ അറേ 1 എന്ന് പറയുമ്പോൾ അറേ 1 + 8, അല്ലെങ്കിൽ ഇൻറ്റു 8. ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻഡെക്സ് വാല്യൂ വെച്ചിട്ട് അറേനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി MIPS അസംബ്ലി കോഡ് വെച്ചിട്ടാണെങ്കിൽ അസംബ്ലി ലാംഗ്വേജിനകത്ത് നമുക്ക് അത് ചേഞ്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അവിടെ എങ്ങനെയാണ്? ബേസ് അഡ്രസ്സ് കൊടുക്കും അറേക്ക്. ഓരോ അറേക്കും ബേസ് അഡ്രസ്സ് കൊടുത്തിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ലോഡ് ഇൻസ്ട്രക്ഷൻ, ഓരോ ഇൻസ്ട്രക്ഷനും ലോഡും പിന്നെ എന്താണ്? ഇത് ഇൻസ്ട്രക്ഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ഓറും ലോഡും പിന്നെ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുന്നു, സ്റ്റോർ വേർഡ് ചെയ്യുന്നു, പിന്നെ ലോഡ് ലെഫ്റ്റ് ഷിഫ്റ്റ് സ്റ്റോർ വേർഡ്. ഈ ഒരു രീതിയിലായിരിക്കും പോകുന്നത്. ഇനി ഓരോ കേസിനകത്തും നമ്മൾ എന്താണ്? അതിൻ്റെ ബേസ് അഡ്രസ്സും കാര്യങ്ങളും വെച്ചിട്ട് അറേസിനെ ഇൻഡിക്കേറ്റ് ചെയ്യും. അപ്പോൾ അതിനാണ് 0 ഓഫ് രജിസ്റ്റർ S0. അപ്പോൾ 0 ഓഫ് രജിസ്റ്റർ S0 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അറേ ആണ്. അറേ 0. അപ്പോൾ S0 രജിസ്റ്ററിൻ്റെ എന്ന് വെച്ചാൽ 0 ഓഫ് രജിസ്റ്റർ 0 എന്ന് പറഞ്ഞാൽ 0 + 0 എന്ന് പറയുമ്പോൾ 0th എന്ന് പറയുന്ന അറേ ആണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇനി 4 ഓഫ് രജിസ്റ്റർ S0 എന്ന് പറയുമ്പോഴേക്കും അവിടെ എന്തായിരുന്നു? 4 എന്ന് പറഞ്ഞ വാല്യൂ വെച്ചിട്ടാണ് ലോഡ് ചെയ്തത്. അപ്പോൾ T1 എന്ന് പറയുന്നത് എന്ത് ലോഡ് ചെയ്യുന്നുണ്ട്? അറേ 1 ആണ്. അപ്പോൾ അടുത്ത അറേ എടുക്കും. S0 എന്ന് പറയുന്ന രജിസ്റ്ററിനകത്ത് ഓരോ അറേസ്, ഫസ്റ്റ് അറേ, സെക്കൻഡ് അറേ, അപ്പോൾ അതിൻ്റെ ഇൻഡെക്സിങ് വെച്ചിട്ട്. നെക്സ്റ്റ് ഉള്ളത് ആക്സസിങ് അറേസ് എങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാം? ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് എങ്ങനെ ആക്സസ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഇനിഷ്യലി നമുക്കൊരു ഇൻറ്റ് അറേ തരുന്നു, അറേ 1000 ആണെന്നുള്ളത്. അപ്പോൾ നോർമൽ ഫോർ ലൂപ്പ് എങ്ങനെയായിരിക്കും? I = 0, I < 1000, I + 1 എന്നുള്ള രീതിയിൽ. ഇനി അറേ ഓഫ് I എന്ന് പറയുന്നത് അറേ ഓഫ് I × 8 എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ അറേ ആക്സസ് ചെയ്യുന്നത്.
അപ്പോൾ ഫോർ ലൂപ്പിൽ എങ്ങനെ അതൊരു ആക്സസ് ചെയ്യാം അങ്ങനെയുള്ള ഒരു ഫുൾ കണ്ടീഷനാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇനിഷ്യലൈസേഷൻ ചെയ്യുമ്പോൾ ആദ്യമേ S0 എന്ന് പറയുന്നത് അറേയുടെ ബേസ് അഡ്രസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. S1 എന്ന് പറയുന്നത് നമ്മളുടെ I എന്ന് പറയുന്നത്. അപ്പോൾ അറേയും ഉണ്ട് ഐയും ഉണ്ട്. ഇനി നമ്മൾ കോഡ് ഇനിഷ്യലൈസേഷൻ ചെയ്യും. അതിന് നമ്മൾ അടുത്ത എന്താണ് ലോഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ, അതായത് ഏത് രജിസ്റ്റർ അല്ലെങ്കിൽ അതിൻ്റെ S0 എന്ന് പറയുന്ന രജിസ്റ്ററിലോട്ട് ഒരു ഇമീഡിയറ്റ് ആയിട്ടുള്ള വാല്യൂ 0x23B8 എന്ന് പറയുന്ന ഇമീഡിയറ്റ് വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക ലോഡ് ചെയ്യാണ് S0 എന്ന് പറയുന്ന രജിസ്റ്ററിൽ. അടുത്ത ഓർ I എന്ന് പറയുന്ന ഇമീഡിയറ്റ് വാല്യൂ. അപ്പോൾ ഇമീഡിയറ്റ് വാല്യൂ ആണ് ഓർ I ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അവിടെ എന്താ ചെയ്യുക S0 രജിസ്റ്ററിലുള്ള വാല്യൂ 0 ക്രോസ്, അതായത് ഒരു ഹെക്സാഡെസിമൽ വാല്യൂ ആയിട്ടുള്ള F000 എന്ന് പറയുന്ന വാല്യൂ ഇമീഡിയറ്റ് വാല്യൂ രണ്ടും കൂടി ഓർ ചെയ്ത് ആ റിസൾട്ടാണ് നമ്മളിവിടെ S0 രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നത്. ഇനി ആഡ് I ഇൻസ്ട്രക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന S0, അതായത് S1 രജിസ്റ്ററാണല്ലോ I. അപ്പോൾ I സ്റ്റാർട്ട് ചെയ്യേണ്ട എവിടെ നിന്നാണ് 0. അപ്പോൾ Iനെ ഇനിഷ്യലൈസ് ചെയ്ത് 0 ആക്കാനാണ് ആഡ് S1 രജിസ്റ്റർ രജിസ്റ്റർ 0 എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ Iൻ്റെ വാല്യൂ എന്തായി 0 ആയി. നെക്സ്റ്റ് ആഡ് I രജിസ്റ്റർ T2 രജിസ്റ്റർ 0, 1000. അപ്പോൾ 1000 എന്ന് പറഞ്ഞു, കാരണം നമുക്ക് 1000 വരെയാണ് നോക്കേണ്ടത്. അപ്പോൾ T2 എന്ന് പറയുന്ന രജിസ്റ്ററിനകത്ത് 1000 എന്ന വാല്യൂ സ്റ്റോർ ആയി. ഇനി നമ്മൾ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് SLT ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്ന സെറ്റിൻ്റെ ലൂപ്പാണ്. അപ്പോൾ ആ ഒരു ലൂപ്പിനകത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, S1 രജിസ്റ്ററും ഉണ്ട് T2 രജിസ്റ്റേഴ്സും ഉണ്ട്. ഈ രണ്ട് പേരെയും കൂടി ചേർന്നാണ് നോക്കുന്നത് സെറ്റ് നോക്കുമ്പോൾ. അപ്പോൾ ഇവിടെ I എന്ന് പറയുന്നത് <1000 ആണെങ്കിൽ എന്നുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. <1000 ആണെങ്കിൽ എന്ത് ചെയ്യുക, T2 എന്ന് പറയുന്ന, അതായത് S1 രജിസ്റ്റർ T2 രജിസ്റ്റർ ചെക്ക് ചെയ്ത് T0 വാല്യൂ ആയിരിക്കും എവിടെ വരുന്നത് സ്റ്റോർ ആവുന്നത്. ഇനി ഈക്വൽ ആണോ എന്ന് നോക്കുക അടുത്ത ബ്രാഞ്ച്. അപ്പോൾ ബ്രാഞ്ച് ഈക്വൽ ആണെന്ന് നോക്കുന്നത് T0യും S0 എന്ന് പറയുന്ന രജിസ്റ്റർ ഈക്വൽ ആണെങ്കിൽ എവിടെ പോവും, ഡണ്ണിൽ പോയി കംപ്ലീറ്റ് ചെയ്യും. അതായത് ഇതിന് ഈക്വലായി വന്നു കഴിഞ്ഞാൽ അപ്പോഴേ ഡണ്ണിൽ പോവും. അല്ല എങ്കിൽ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് പിന്നെ ആഡും ലോഡും ലെഫ്റ്റ് ഷിഫ്റ്റ് ഇൻസ്ട്രക്ഷൻ ആൻഡ് സ്റ്റോർ വേർഡ് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യും, ആഡ് I ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ എല്ലാം ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് ഫുൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു അറേനെ എടുത്ത് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 8 എന്നുള്ള രീതിയിലാണ്. ഇതിൽ ഈ ഒരു ലൈൻ, അതായത് T1 രജിസ്റ്റർ ആണ് നമുക്ക് എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അറേ. T1 രജിസ്റ്റർ എപ്പോഴേക്കും എന്തായി അറേ I ആയി, അതിൻ്റെ കൂടെ ഇൻറ്റു 8 എന്നുള്ള ഫോമിലോട്ടാണ് മാറുന്നത്. അടുത്ത വരുമ്പോൾ 0 ഓഫ് രജിസ്റ്റർ T0. അപ്പോൾ അവിടെ എന്താണ് അറേ I ഏതാണോ I എന്ന് പറയുന്ന രജിസ്റ്റർ, അപ്പോൾ ആ ഒരു വാല്യൂ ഇൻറ്റു 8 ആയിട്ട് കൺസിഡർ ചെയ്ത് പോകും. ഇനി മെമ്മറി ഹോൾഡിംഗ് കപ്പാസിറ്റി നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, F00 തൊട്ട് എവിടെ വരെ വന്ന് FF9C വരെ, എന്നിട്ട് ഓരോന്നിനും അറേൻ്റെ ഇൻഡെക്സ് 0, 1, 2, 3 തൊട്ട് 999 വരെ ഇൻഡെക്സിങ് ചെയ്ത് പോകും. പിന്നെ നമുക്കുള്ളതെന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അഡ്രസ്സിങ് മോഡ്സ്. അപ്പം നമുക്ക് ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് അഡ്രസ്സിങ് മോഡ്സ് ഉണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് രജിസ്റ്റർ ഓൺലി അഡ്രസ്സിങ് മോഡ്സ്. അപ്പോൾ രജിസ്റ്റർ ഉള്ള അഡ്രസ്സിങ് മോഡ്സിൽ നമുക്ക് എല്ലാ സോഴ്സും ഡെസ്റ്റിനേഷൻ ഓപ്പറൻസും ഇതെല്ലാം എന്താണ് രജിസ്റ്റേഴ്സാണ്. അപ്പോൾ എല്ലാം സോഴ്സ് ആവട്ടെ ഡെസ്റ്റിനേഷൻ ആവട്ടെ എല്ലാം രജിസ്റ്റേഴ്സ് യൂസ് ചെയ്താൽ. അപ്പോൾ മിക്കപ്പോഴും ആ ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ് ആണ് ഈ രജിസ്റ്റർ ഓൺലി, കാരണം രജിസ്റ്റേഴ്സ് യൂസ് ചെയ്ത് മാത്രമാണ് ഇവിടെ ഓപ്പറൻസിൻ്റെ വാല്യൂസ് കൊടുക്കുന്നത്. പിന്നെ വരുന്നത് ഇമീഡിയറ്റ് ആയിട്ടുള്ള അഡ്രസ്സിങ് മോഡ്സാണ്. ഇതെന്ന് പറയുന്നത് ഇപ്പം ഇത് നോർമലി നമ്മളൊരു 16 ബിറ്റിൻ്റെ ഇമീഡിയറ്റ് വാല്യൂ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അത് ഒരു രജിസ്റ്റർ ഓപ്പറൻ്റെ കൂടെ ആയിരിക്കും ഇമീഡിയറ്റ് വാല്യൂ എടുക്കുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് I ടൈപ്പ് ഇൻസ്ട്രക്ഷൻസാണ്. ഇപ്പോൾ ആഡ് I, ലോഡ് അപ്പർ ഇമീഡിയറ്റ് വാല്യൂ, അപ്പോൾ അങ്ങനെയുള്ള ഇമീഡിയറ്റ് വാല്യൂസ് യൂസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ യൂസ് ചെയ്തില്ല ഇമീഡിയറ്റ് വാല്യൂ ആയിട്ട് നമ്മളിപ്പം FFF എന്ന് 00 എന്ന് പറയുന്നത് വേറെ ഒന്നിൻ്റെ കൂടെ ഡയറക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആഡ് I എന്നൊക്കെ പറയുന്ന ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുമ്പോഴാണ് ഇമീഡിയറ്റ് അഡ്രസ്സിങ് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ബൈറ്റ് അഡ്രസ്സിങ്. ബൈറ്റ് അഡ്രസ്സിങ് ചെയ്യുമ്പോൾ നമ്മൾ മെമ്മറിയുടെ ആക്സസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അത് മെമ്മറി ആക്സസ് ഇൻസ്ട്രക്ഷൻസ് ആയിട്ടുള്ള നമ്മൾ ലോഡ് വേർഡ് അല്ലെങ്കിൽ സ്റ്റോർ വേർഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് ബൈറ്റ് അഡ്രസ്സിങ്. അപ്പോൾ ബൈറ്റ് അഡ്രസ്സിങ് ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു. അതായത് നമ്മൾ എഫക്റ്റീവ് അഡ്രസ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ബേസ് അഡ്രസ് പ്ലസ് സൈൻ എക്സ്റ്റെൻഡഡ്, അതായത് ഓഫ്സെറ്റ് വാല്യൂ എന്തായിരുന്നു അത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നതായിരിക്കും എഫക്റ്റീവ് അഡ്രസ്. ഇനി PC റിലേറ്റീവ് ആയിട്ടുള്ള അഡ്രസ്സിങ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ PC എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മളുടെ പ്രോഗ്രാം കൗണ്ടറാണ്.
ഓക്കെ. അപ്പോൾ പ്രോഗ്രാം കൗണ്ടറിൻ്റെ ബേസ് ചെയ്ത്, അപ്പോൾ പ്രോഗ്രാം കൗണ്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ അഡ്രസ്സിങ് ചെയ്യുന്ന സമയത്ത് കണ്ടീഷണൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് ആണ് ഈ പ്രോഗ്രാം കൗണ്ടർ റിലേറ്റീവ് അഡ്രസ്സിങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു പുതിയ വാല്യൂ ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പുതിയ വാല്യൂ പി സിക്ക് കൊടുക്കും ആ ബ്രാഞ്ച് എടുക്കുകയാണെങ്കിൽ. ഇനി സൈൻഡ് ഓഫ്സെറ്റ് എന്ന് പറയുന്ന ഇമ്മീഡിയറ്റ് വാല്യൂവിനകത്തുള്ളത് ഈ പി സി ആയിട്ട് ആഡ് ചെയ്തിട്ടാണ് പുതിയ വാല്യൂ എടുക്കുന്നത്. അതായത് ഓഫ്സെറ്റ് വാല്യൂ, നേരത്തെ പറഞ്ഞില്ല ഈ ഓഫ്സെറ്റ് വാല്യൂ നമ്മൾ ബേസ് അഡ്രസ്സ്, അപ്പോൾ അതിന് പകരം എന്താണ് ഈ പി സി വാല്യൂ ആയിട്ട് ആഡ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ ലൊക്കേഷനുമായിട്ട് ആഡ് ചെയ്താണ് ന്യൂ പ്രോഗ്രാം കൗണ്ടറിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നത്. ഇനി ഇതിൻ്റെ ബ്രാഞ്ചിൻ്റെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് എന്ന് പറയുന്നത് എപ്പോഴും കറണ്ട് പി സി അഡ്രസ്സിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും. നെക്സ്റ്റ് എങ്ങനെയാണ്, ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇനി നോക്കുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് ബ്രാഞ്ചിൻ്റെ ടാർഗറ്റ് അഡ്രസ്സ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കൊരു MIPSൻ്റെ അസംബ്ലി കോഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈക്വൽ ഇൻസ്ട്രക്ഷൻ ഉണ്ട്, ആഡ് ഐ ഉണ്ട്, പിന്നെ ജംപ് വിത്ത് രജിസ്റ്റർ ഉണ്ട്, എൽസ് ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ബ്രാഞ്ചിൻ്റെ ടാർഗറ്റ് അഡ്രസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ബ്രാഞ്ചിൻ്റെ ടാർഗറ്റ് അഡ്രസ്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് മെഷീൻ കോഡ് എഴുതണം, ഈക്വൽ ആകുമ്പോൾ ഉള്ള മെഷീൻ കോഡ്. അപ്പോൾ ഈക്വൽ ആകുമ്പോൾ ഉള്ള മെഷീൻ കോഡ് ഇപ്പോൾ നമുക്ക് അസംബ്ലി ലാംഗ്വേജിൽ നമ്മൾ എഴുതാണ്. എന്താണ് BEQ രജിസ്റ്റർ T0, രജിസ്റ്റർ 0, എൽസ് എന്ന് പറയുന്നതായിരുന്നു നമ്മളുടെ ഇവിടുത്തെ ഇൻസ്ട്രക്ഷൻ. ആ ഇൻസ്ട്രക്ഷൻ അസംബ്ലി കോഡ് എഴുതി. ഇനി ഫീൽഡ് വാല്യൂസും അതേപോലെ മെഷീൻ കോഡ്. ഫീൽഡ് വാല്യൂസിന് നേരത്തെ ഞാൻ പറഞ്ഞു ഓഫ് കോഡ്, രജിസ്റ്റേഴ്സ് RS RT എന്താണ് സോഴ്സ് രജിസ്റ്റേഴ്സും ഡെസ്റ്റിനേഷൻ രജിസ്റ്റേഴ്സും ഇൻഡിക്കേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇത് രണ്ട് സോഴ്സ് രജിസ്റ്റേഴ്സ് ആണ്, RSഉം RTയും. RD വരുവാണെങ്കിൽ ഡെസ്റ്റിനേഷൻ. പിന്നെ ഇവിടെ ഇമ്മീഡിയറ്റ് വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, രണ്ട് രജിസ്റ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ ഇമ്മീഡിയറ്റ് വാല്യൂ ഉണ്ട്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് പിന്നെ ഇവിടെ നമുക്കൊരു ഹെക്സാഡെസിമൽ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഇനി ഈ ഓരോ വാല്യൂസും ആണ് ഇനി കൺസിഡർ ചെയ്ത് പോകുന്നത്. അപ്പോൾ T0 രജിസ്റ്റേഴ്സ്, S0 രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എൽസ് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. എൽസ് ആണെങ്കിൽ അടുത്ത ഈ ഒരു ലൂപ്പിലോട്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ഈക്വൽ ആണെങ്കിൽ ഈ ഒരു ബ്രാഞ്ചിലോട്ട് പോകും. അപ്പോൾ നമ്മളെ ഫീൽഡ് വാല്യൂസ് ഇപ്പോൾ 6 ബിറ്റ്സ് 5 ബിറ്റ്സ് 16 ബിറ്റ്സ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഓപ്പ് കോഡ് വാല്യൂ എന്ന് പറയുന്നത് 4. അപ്പോൾ സോഴ്സ് രജിസ്റ്ററിൻ്റെ വാല്യൂ 8 ആണെങ്കിൽ ഡെസ്റ്റിനേഷൻ അതായത് RTൻ്റെ വാല്യൂ എന്താണ് 0. ഇനി ഇമ്മീഡിയറ്റ് വാല്യൂ കൊടുക്കുന്ന എത്രയാണ് 3. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മെഷീൻ കോഡാണ് അടുത്ത് എഴുതുന്നത്. മെഷീൻ കോഡ് എഴുതുമ്പോൾ എന്തായിരിക്കും, ഇത് എത്ര ബിറ്റ്സ് ആണോ അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് മെഷീൻ കോഡ്സ് എഴുതുന്നത്. പിന്നെ ഇതിൽ പഴയ രീതിയിൽ തന്നെ 4 വെച്ചിട്ട് മാപ്പ് ചെയ്ത് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഹെക്സാഡെസിമൽ ഫോം എടുത്തെഴുതാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 4ൻ്റെ മാപ്പിംഗ് ആയിരിക്കും പോവുക. അപ്പോൾ ആ ഒരു രീതിയിൽ മാപ്പ് ചെയ്ത് മെഷീൻ ഹെക്സാഡെസിമൽ വാല്യൂ ആയിട്ട് നമുക്ക് ചെയ്ത് കാണിക്കാൻ പറ്റും. ഇനി ഇമ്മീഡിയറ്റ് ഫീൽഡ്, ഇപ്പോൾ PC റിലേറ്റീവ് അഡ്രസ്സിങ്ങിന് ഇമ്മീഡിയറ്റ് ഫീൽഡ് ആണെങ്കിൽ അങ്ങനെയുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി തരുവാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് ഇപ്പം ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ നോക്കുവാണെങ്കിൽ നമുക്ക് എന്താണ് ഇവിടെ നോക്കുക, BNE എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ എന്നുള്ള ഇൻസ്ട്രക്ഷൻ വെച്ചിട്ടാണ് ചെയ്തു പോകുന്നത്. നോട്ട് ഈക്വൽ ആണെങ്കിൽ എന്ത് കിട്ടും? ഓക്കെ, അപ്പോൾ ആ ഒരു കേസിനകത്ത് ഓപ്പ് കോഡ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ് 5, 9, 0, പിന്നെ ഇമ്മീഡിയറ്റ് വാല്യൂ എന്ന് പറയുന്നത് -6 വെച്ചിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഫൈനൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ മെഷീൻ കോഡും അതിൻ്റെ ഹെക്സാഡെസിമൽ ഫോമിലോട്ടും റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് സൊല്യൂഷൻ പറയുന്നത് എങ്ങനെയാണ്, മെഷീൻ കോഡ് ഒരു BNE ഇൻസ്ട്രക്ഷൻ്റെ മെഷീൻ കോഡാണ് ഇവിടെ തന്നത്. അതേപോലെ അതിൻ്റെ ബ്രാഞ്ചിൻ്റെ ടാർഗറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് എത്രയാണ് 0x40 എന്നുള്ളതാണ് ബ്രാഞ്ചിൻ്റെ ടാർഗറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബ്രാഞ്ചിൻ്റെ അഡ്രസ്സ് ഇതല്ലേ 0x40 എന്ന് പറഞ്ഞത്, 40 ആണ്, അവിടെയാണ് നമുക്ക് ബ്രാഞ്ച് ഉള്ളത്. ഇനി അതെന്ന് പറയുന്നത് 6 ഇൻസ്ട്രക്ഷൻസ് ആയിരുന്നു ബിഹൈൻഡ് PC+4. അപ്പോൾ PC+4 ഓഫ് 0x58. 0x58 ഇവിടെ അല്ലേ. അപ്പോൾ നമ്മൾ പ്രോഗ്രാം കൗണ്ടർ +4 ഇൻറ്റു എന്താണ് 0x58. ഇതാണ് നമ്മളുടെ ലൊക്കേഷൻ. ഈ ഒരു ലൊക്കേഷനിൽ ഓഫ്സെറ്റ് വാല്യൂ 4, അതിൻ്റെ കൂടെ പ്രോഗ്രാം കൗണ്ടർ വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ എത്ര ഇൻസ്ട്രക്ഷൻസ് എന്നുള്ള രീതിയിൽ 6 ഇൻസ്ട്രക്ഷൻസ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അവിടുത്തെ ഇമ്മീഡിയറ്റ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് -6. അങ്ങനെയാണ് ഇമ്മീഡിയറ്റ് വാല്യൂ -6 ആവുന്നത്. അപ്പോൾ ഇവിടെയും
അതേപോലെ കൺസിഡർ ചെയ്ത് പോവാം. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, ഇമ്മീഡിയറ്റ് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതും. ഇവിടെ വരുമ്പോൾ ടാർഗറ്റ് അഡ്രസ് ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത്. അപ്പോൾ ടാർഗറ്റ് അഡ്രസ് ലൊക്കേഷൻ നോക്കുമ്പോൾ അത് ജമ്പ് ചെയ്ത് പോയിട്ട് വരുന്ന രീതിയിലായിരിക്കും നമ്മൾ നോക്കാം. പിന്നെ ലാസ്റ്റ് അഡ്രസ്സിങ് മോഡ് എന്ന് പറഞ്ഞാൽ സുഡോ ഡയറക്റ്റ് അഡ്രസ്സിങ് മോഡാണ്. അപ്പോൾ ഡയറക്റ്റ് അഡ്രസ്സിങ്ങിൽ ആ ഒരു അഡ്രസ്സ് ആ ഇൻസ്ട്രക്ഷനകത്ത് തന്നെ അഡ്രസ് ലൊക്കേഷൻ എവിടെയാണെന്ന് സ്പെസിഫൈ ചെയ്തിരിക്കും. ഇപ്പോൾ നമ്മൾ ജമ്പ് ഇൻസ്ട്രക്ഷൻ ജെ അല്ലെങ്കിൽ ജാൽ ഇങ്ങനെയുള്ളത് നോർമലി ഡയറക്റ്റ് അഡ്രസ്സിങ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 32 ബിറ്റിൻ്റെ ഒരു ജമ്പ് ടാർഗറ്റ് അഡ്രസ്സ് അവിടെ കാണും, ആ ഇൻസ്ട്രക്ഷൻ്റെ കൂടെ തന്നെ കാണും. അപ്പോൾ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ നമുക്ക് എവിടെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. ഇപ്പോൾ അതിൻ്റെ ഇതാണ് അസംബ്ലി കോഡ്, ഫീൽഡ് വാല്യൂ, മെഷീൻ കോഡ്. അപ്പോൾ ഫീൽഡ് വാല്യൂ ഓപ്പ് കോഡും ഇവിടെ അഡ്രസ് ലൊക്കേഷൻ അത് മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ ഓപ്പ് കോഡ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഓപ്പറേഷൻ എന്താണ്, അത് 6 ബിറ്റ്, ബാക്കി 26 ബിറ്റും എന്താണ് അഡ്രസ്സാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനെ കൺവേർട്ട് ചെയ്യുന്ന മാത്രമാണ് മെഷീൻ കോഡ് വരുന്നത്. പിന്നെ അതിൻ്റെ ഹെക്സാ ഫോം, ഇതിൽ ചേഞ്ച് ഒന്നുമില്ല, എല്ലാത്തിലും കോമൺ. അപ്പോൾ ഫീൽഡ് വാല്യൂവിൽ വരുമ്പോൾ ജാൽ സം എന്ന് പറഞ്ഞ് വരുമ്പോഴേക്ക് JTA എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, JTA എന്ന് പറയുന്നത് നമ്മൾ ഇനിഷ്യലി ആ എടുക്കുന്ന കോഡാണ്. അപ്പോൾ അവിടെ 000 എന്ന് പറഞ്ഞിട്ട് എവിടെ നിന്ന് വരെ ഇത് കാണിക്കും, ആ ഫുൾ ഡേറ്റ കാണിക്കും, 10100000 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഇതിനെ 26 ബിറ്റിൻ്റെ അഡ്രസ്സ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. 26 ബിറ്റ് അഡ്രസ്സ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പം അതിനെന്ത് ചെയ്യും, നമ്മൾ 4 ബിറ്റ് വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്തായിരിക്കും നമ്മൾ അതിൻ്റെ വാല്യൂ ഹെക്സാ ഡെസിമൽ വാല്യൂ എടുക്കുന്നത്. JTAയിൽ നിന്ന് എടുക്കുന്നതും ഫീൽഡ് വാല്യൂസ് മെഷീൻ കോഡ്സ് ആക്കുന്നതുമാണ് ഇവിടെ പറയുന്നത്. പിന്നെ നമുക്ക് മെഷീൻ ലാംഗ്വേജ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഈ പറയുന്ന ഡിഫറെൻറ്റ് അഡ്രസ്സിംഗ് മോഡ് കാര്യങ്ങൾ. ഇനി മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ 0s and 1s മാത്രമാണ്. ഇത് ഡയറക്ട്ലി CPU-ൽ നിന്ന് എക്സിക്യൂട്ട് ചെയ്യുന്ന. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഷീൻ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ നമുക്കുണ്ട്. അതിൽ ഫസ്റ്റ് ടൈപ്പാണ് R ടൈപ്പ് ഇൻസ്ട്രക്ഷൻ. നേരത്തെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഇൻസ്ട്രക്ഷൻ പറഞ്ഞെങ്കിൽ അത് അസംബ്ലി ലാംഗ്വേജ് വെച്ചിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിരുന്നു പറഞ്ഞത്. ഇനി മെഷീൻ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നതാണ് R ടൈപ്പ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ രജിസ്റ്റർ ടൈപ്പ്. അപ്പോൾ R ടൈപ്പ് ഇൻസ്ട്രക്ഷൻ്റെ ഫോർമാറ്റ് ആണ് ഇവിടെ തരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കോമൺലി മിക്ക ക്വസ്റ്റ്യനിലും കണ്ടത് R ടൈപ്പ് ഇൻസ്ട്രക്ഷൻ ആണ്. കണ്ടോ, ഓപ്പ് കോഡ്, 2 രജിസ്റ്റർ സോഴ്സ് രജിസ്റ്റേഴ്സ്, ഒരു ഡെസ്റ്റിനേഷൻ, പിന്നെന്താണ് ഷിഫ്റ്റ് എമൗണ്ട് രജിസ്റ്റർ. അത് ഷിഫ്റ്റ് ഓപ്പറേഷൻ വരുമ്പോൾ മാത്രമേ ഇത് വരത്തുള്ളൂ. പിന്നെ ഫംഗ്ഷൻ, എന്താ ഫംഗ്ഷനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അവിടുത്തെ അസംബ്ലി കോഡ് ആണ്. അപ്പോൾ ഇത് സെയിം പഴയ രീതിയിൽ തന്നെ ജസ്റ്റ് നമുക്ക് ഫീൽഡ് വാല്യൂസ് തരുവാണെങ്കിൽ അവിടുന്ന് മെഷീൻ കോഡും അതിൻ്റെ ഹെക്സാ ഡെസിമലും എഴുതുന്ന രീതി മാത്രമാണ് ഇവിടെ. അപ്പോൾ ആഡ് ഓപ്പറേഷൻ വരുമ്പോഴും സബ്ട്രാക്ട് ഓപ്പറേഷൻ വരുമ്പോഴും എങ്ങനെയാണെന്നുള്ളത് മാത്രം. പിന്നെ നമുക്ക് വരുന്നത് I ടൈപ്പ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ടൈപ്പാണ്. ഇമ്മീഡിയറ്റ് ടൈപ്പിനകത്താണ് നമുക്ക് എന്താ ഓപ്പ് കോഡും RS എന്ന് പറയുന്ന രജിസ്റ്റർ അല്ല 2 രജിസ്റ്റേഴ്സ്. അപ്പോൾ എന്താണ്, ഒരു സോഴ്സ് രജിസ്റ്റർ, ഒരു ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ, പിന്നെ എന്താണ് ഒരു ഇമ്മീഡിയറ്റ് വാല്യൂ, ഈ ഒരു രീതിയിൽ. അപ്പോൾ ആഡ് ആയി ഇൻസ്ട്രക്ഷൻ വരുമ്പോൾ എന്താണ്, കണ്ടോ, ഓപ്പ് കോഡ് രജിസ്റ്റർ ഇമ്മീഡിയറ്റ് വാല്യൂ. അങ്ങനെ വരുമ്പോഴേക്ക് ഈ ഒരു വാല്യൂ ഡയറക്റ്റ് ആ മെഷീൻ കോഡിലോട്ട് എഴുതിയിട്ട് അതിനെ ഹെക്സിലോട്ട് മാത്രം ആക്കിയാൽ മതി. അത് ലോഡ് ആവട്ടെ, സ്റ്റോർ ആവട്ടെ, ഏത് ഇൻസ്ട്രക്ഷൻ വേണട്ടെ, എല്ലാത്തിലും അതേപോലെ തന്നെ ആയിരിക്കും. പിന്നെ വരുന്നത് ജമ്പ് ടൈപ്പ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ J ടൈപ്പ് ഇൻസ്ട്രക്ഷൻ. ഇത് 26 ബിറ്റ് അഡ്രസ്സ് ഓപ്പറൻറ്റും 6 ബിറ്റിൻ്റെ ഓപ്പ് കോഡ്. അപ്പോൾ ഓപ്പ് കോഡ് 6, ബാക്കിയെല്ലാം എന്താണ് 26 ബിറ്റ്. ഈ രീതിയിലാണ് J ടൈപ്പ് ഇൻസ്ട്രക്ഷൻ വരിക. അപ്പം ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. അപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതായിരുന്നു നമ്മുടെ അഡ്രസ്സിങ് മോഡ്സും കാര്യങ്ങളൊക്കെ.